മെഴുവേലി ബാബുജിയുടെ നോവൽ സ്കൂൾ ബെൽ. തന്മയ ആക്റ്റീവ് സ്കൂട്ടറിൻ്റെ വേഗത അല്പം കൂടി വർദ്ധിപ്പിച്ചു. ഇച്ചേച്ചിയേ, ഇത്രയും സ്പീഡ് വേണ്ട. പിന്നിൽ സഞ്ചിയിൽ തൂക്കി പിടിച്ചിരിക്കുന്ന ആദ്യ കൈകൊണ്ട് തന്മയയുടെ തോളിൽ അമർത്തി. വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്ന വെളുത്തുള്ളി തോട്ടത്തിന് നടുവേയുള്ള റോഡിലൂടെ കുന്നു കയറുകയായിരുന്നു സ്കൂട്ടർ. നേർത്ത മഞ്ഞുമുണ്ട്. തന്മയ വേഗത അല്പം കുറച്ചു. പിന്നെ പറഞ്ഞു, നിനക്കങ്ങനെ പറയാം. എനിക്ക് 8:30 സ്കൂളിലെത്തണം. ഓ പിന്നെ, ആദ്യം പുച്ഛിച്ചു. ഏതാണ്ട് വലിയ കാര്യത്തിന് പോവല്ലേ? അതേടി. തന്മയ പിന്നോട്ടൊന്ന് മുഖം തിരിച്ചു. കഴിഞ്ഞ തവണയും എനിക്ക് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കിട്ടിയതാ, 30 മാർക്കും. ഇത്തവണയും എനിക്ക് അതേ ഗ്രേസ് മാർക്ക് വാങ്ങണമെടി. അത് വലിയ കാര്യമൊന്നുമല്ല. ഗ്രേസ് മാർക്ക് കൂടാതെ എല്ലാ വിഷയത്തിനും A+ വാങ്ങുന്നതാ മിടുക്ക്, ആദ്യ വീറോടെ പ്രതികരിച്ചു. തന്മയ്ക്ക് ചിരി വന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി, അസൂയക്കാരി. കല പരിസരത്തു കൂടി പോയിട്ടില്ലാത്ത നീ ഇതും ഇതിനപ്പുറവും പറയും. തന്മയ സ്കൂട്ടർ ഇടത്തേക്ക് ഒതുക്കി നിർത്തി. മുന്നിലെ ഗേറ്റിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി വച്ചിരുന്നു. സഞ്ചിയിൽ നിന്ന് ഒരു കുപ്പി പാലെടുത്ത് അവിടെ വെച്ചിട്ട് പകരം അവിടെ ഇരുന്ന കാലിക്കുപ്പിയെടുത്ത് ആദ്യ സഞ്ചിയിലിട്ടു. ഉയരം കുറഞ്ഞ മതിലിന് പുറത്തുകൂടി വയലറ്റ് സപ്പോട്ടയുടെ തോട്ടം കണ്ടു. തന്മയ വീണ്ടും സ്കൂട്ടർ മുന്നോട്ടെടുത്തു. മന്നവൻ ചോലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം റോഡ് സൈഡിലെ ചെറിയ കനാലിലൂടെ താഴ്വരയിലേക്ക് ഒഴുകുന്നു. കാന്തല്ലൂർ മുതൽ കോവിൽക്കടവ് വരെ ഈ വെള്ളമാണ് കൃഷിക്കും മറ്റും ഉപയോഗിക്കുന്നത്. ഇനി 4-5 വീടുകളിൽ കൂടി പാൽ കൊടുത്താൽ ഇന്നത്തെ പണി തീരും. 7 മണിയായിട്ടേയുള്ളൂ. 6 മണിക്ക് തുടങ്ങിയ പാൽ വിതരണമാണ്. തന്മയ +2-നും ആദ്യ 10ാം ക്ലാസ്സിലും പഠിക്കുന്നു. അവർക്ക് പശുവിൻ്റെ ഒരു ഫാമുണ്ട്. 5 പശുക്കൾ. വീടിന് 1/2 കിലോമീറ്റർ അകലെയുള്ള ഒരു നെൽപ്പാടത്തോട് ചേർന്ന്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് പ്രഭാകരൻ മക്കളെ പഠിപ്പിക്കുന്നതും വീട്ടു ചെലവുകൾ നടത്തുന്നതും. പ്രഭാകരനും ഭാര്യ പത്മവും 2 പെൺമക്കളും അടങ്ങുന്നതാണ് കുടുംബം. 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള പ്രഭാകരൻ്റെ വലതുകാലിന് സ്വാധീനം കുറവാണ്. അതുകൊണ്ട് മറ്റു ജോലിക്കൊന്നും അയാൾക്ക് പോകാൻ കഴിയില്ല. നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാം ആണെങ്കിലും 6 മാസം മുമ്പ് 2 പശുക്കൾ ചത്തുപോയി. അതിൻ്റെ കാരണം ഇപ്പോഴും ആർക്കും അറിയില്ല. ബാക്കി വീടുകളിൽ കൂടി പാൽ നൽകിയിട്ട് തന്മയയും ആദ്യയും മടങ്ങി. റോഡരികിൽ മഞ്ഞിൽ കുളിച്ച് നീലയും ചുവപ്പും പൂക്കളുള്ള കാളിയമ്മൻ പത്തിരി ചെടികൾ നിരയായി നിൽക്കുന്നു. കാന്തല്ലൂർ ജംഗ്ഷനിലെത്തിയപ്പോൾ പതിവ് പോലെ കാത്തു നിൽക്കാറുള്ള ഏതാനും യുവാക്കളെ കണ്ടു. അവർ ബാർബർ ഷോപ്പിന് മുന്നിൽ ബൈക്കുകൾ വച്ചിട്ട് അതിൽ കയറിയിരിക്കുകയാണ്. വായുനോക്കികൾ ഇന്നുമുണ്ട്, ആദ്യ പിറുപിറുത്തു. അതിന് നിനക്കെന്ത് വേണം? നീ അവരെ നോക്കി ഇളിച്ചു കാണിക്കാതിരുന്നാൽ മതി. തന്മയ അനുജത്തിയെ താക്കീത് ചെയ്തു. ഓ, എന്നെ കാണാനൊന്നുമല്ല അവന്മാരിരിക്കുന്നത്. അതിനു മാത്രം ചന്തം എനിക്കില്ലല്ലോ. ആദ്യയുടെ ശബ്ദത്തിൽ അസൂയ. അവൾ ഇത്തിരി ഇരുണ്ടിട്ടാണ്. പ്രഭാകരൻ്റെ നിറമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. തന്മയാണെങ്കിൽ നല്ല വെളുത്തു തുടുത്ത് പത്മയുടെ നിറം. അതിൽ ആദ്യയ്ക്ക് ചേച്ചിയോടൽപ്പം നീരസമുണ്ടെന്നും പറയാം. ചെറുപ്പക്കാർക്കരികിലൂടെ അവരെ ശ്രദ്ധിക്കാതെ തന്മയ സ്കൂട്ടർ പറത്തിവിട്ടു. ലൈസൻസ് ഇല്ലാതെയുള്ള ഈ പോക്ക് ശരിയല്ല, ഒരാൾ വിളിച്ചു പറഞ്ഞു. തന്മയ അത് ശ്രദ്ധിച്ചില്ല. കുണ്ടാക്കാടുള്ള വീട്ടിലേക്ക് ചെറിയ കുന്നുകയറി എത്തുമ്പോൾ കൂട്ടിൽ കിടന്നിരുന്ന നായി സ്നേഹത്തോടെ ഒന്ന് കുരച്ചു. കട്ടപ്പ, മിണ്ടാതിരി, ആദ്യ പട്ടിയെ ശാസിച്ചു. ബാഹുബലി സിനിമയുടെ 1ാം ഭാഗം പുറത്തിറങ്ങിയ ശേഷമാണ് കോവിൽക്കടവിലെ ഒരു കടത്തിണ്ണയിൽ നിന്ന് സുന്ദരനായ ഒരു അനാഥ പട്ടിക്കുഞ്ഞിനെ തന്മയ എടുത്തുകൊണ്ടുവന്നത്. അവൻ്റെ ഉശിരി കണ്ടിട്ട് ആദ്യയാണ് കട്ടപ്പ എന്ന് പേരിട്ടത്. കട്ടപ്പ വാലാട്ടിക്കൊണ്ട് ഇരുമ്പുകൂട്ടിൻ്റെ കമ്പിയിലേക്ക് കാൽ ഉയർത്തി വെച്ചു. 4 മുറികളുള്ള ഒരു വാർത്ത വീടായിരുന്നു അവരുടേത്. വീട്ടുപേരും തന്മയ എന്ന് തന്നെ. പുറത്ത് ആരെയും കണ്ടില്ല. സ്കൂട്ടർ ഒതുക്കി വെച്ചിട്ട് തന്മയ കോഴിക്കൂട്ടിന് നേരെ നോക്കി. ഇതുങ്ങളെ അഴിച്ചുവിടാനും ഞാൻ തന്നെ വേണം. എടി ആദ്യേ, നീ അതുങ്ങളെ ഒന്ന് തുറന്നുവിട്. അവൾ അനുജത്തിക്ക് നേരെ തിരിഞ്ഞു. പിന്നെ, ആദ്യം മുഖം വെട്ടിച്ചു. കോഴിക്കാഷ്ടത്തിൻ്റെ ഗന്ധം എനിക്ക് അലർജിയാണെന്നറിയില്ലേ? മുട്ട പുഴുങ്ങി തിന്നുമ്പോൾ നിനക്ക് അതില്ലല്ലോ. പോടി. ചേച്ചിയെ ഒന്ന് കൊഞ്ഞനം കുത്തിയിട്ട് സഞ്ചിയുമായി ആദ്യ അകത്തേക്കോടി. തന്മയ ചെന്ന് കോഴിക്കോട് തുറന്നു. കുറുക്കൻ പിടിക്കാതിരിക്കാനായി കൂട് ഒരു മരക്കുറ്റിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കോഴികൾ ഓരോന്നായി പുറത്തു ചാടി. ഒരു പുള്ളിപ്പൂവനും 11 പിടകളും. തന്മയ കൂടിനുള്ളിലേക്ക് ശ്രദ്ധിച്ചു. 6 മുട്ടകൾ കിടപ്പുണ്ട്. അതും പെറുക്കിക്കൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് വന്നു. അച്ഛൻ വന്നില്ലേ അമ്മേ? അവൾ ഉറക്കെ ചോദിച്ചു. ഇല്ല, അടുക്കളയിൽ നിന്ന് പത്മത്തിൻ്റെ മറുപടി. ആ മെമ്പർ സഹദേവൻ ഇന്നും പാലിൻ്റെ കാശ് തന്നില്ല, പറഞ്ഞുകൊണ്ട് തന്മയ അടുക്കളയിലെ ഒരു കൂടയിൽ മുട്ടകൾ വെച്ചു. പത്മ മകളെ നോക്കി പുഞ്ചിരിച്ചു. 40-ൽ താഴെ പ്രായമേ ഉള്ളൂ പത്മത്തിന്. ഒറ്റ നോട്ടത്തിൽ തന്മയയുടെ ചേച്ചിയാണെന്ന് തോന്നും. ഇന്നാടി, ചായ കുടിക്ക്. പത്മ ഒരു ഗ്ലാസ് ചൂട് ചായ പകർന്ന് മകൾക്ക് നൽകി. ഒരിറക്ക് കുടിച്ചിട്ട് അവൾ അമ്മയെ നോക്കി. പണത്തിൻ്റെ കാര്യം വല്ലതും ആയോ? ഇല്ല. പത്മത്തിൻ്റെ ശബ്ദം പതിഞ്ഞതായിരുന്നു. ഫാമിൽ നിന്ന് നേരെ ആരെയോ കാണാൻ പോയിരിക്കുകയാ പ്രവേട്ടൻ. തന്മയ ചിന്തിച്ചിരുന്നു. ബാങ്കിൽ നിന്ന് ലോണെടുത്താണ് പ്രഭാകരൻ ഫാം നിൽക്കുന്ന സ്ഥലവും അതിനോട് ചേർന്ന് 15 സ്ഥലവും വാങ്ങിയത്.
ഫാം ഉണ്ടാക്കി പശുക്കളെയും വാങ്ങിക്കഴിഞ്ഞപ്പോൾ പണം തീർന്നു. നിലത്തിൽ മീൻകുളം ഉണ്ടാക്കാനായിരുന്നു പദ്ധതി. അതിനാകുമ്പോൾ സബ്സിഡി കിട്ടും. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, 2 പശുക്കൾ ചത്തതോടെ കടത്തിനുമേൽ കടവുമായി. ഇപ്പോൾ മുതലും പലിശയുമായി 10 ലക്ഷത്തോളം രൂപ ബാങ്കിലടയ്ക്കണം. അല്ലെങ്കിൽ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുമെന്നാണ് അവരുടെ ഭീഷണി. സൊസൈറ്റിയിൽ കൊടുത്താൽ പാലിന് വേണ്ടത്ര വില കിട്ടത്തില്ല എന്ന കാരണത്താലാണ് അകലെയുള്ള വീടുകളിൽ വരെ പാൽ വിതരണം എന്ന ആശയമുണ്ടായത്. ആ വഴി പറഞ്ഞു കൊടുത്തത് സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്ററായ സുഖദേവാണ്. തന്മയെ വലിയ കാര്യമാണ് സുഖദേവിന്. ചിത്രകലയിൽ അവൾക്കുള്ള പ്രാവീണ്യമാണ് അതിന് കാരണം. ഹൈസ്കൂൾ ക്ലാസ് മുതൽ ഇപ്പോൾ വരെ എല്ലാ തവണയും കേരള സ്കൂൾ കലോത്സവത്തിൽ വാട്ടർ കളർ, പെൻസിൽ ഡ്രോയിങ് ഇനങ്ങളിൽ തന്മയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ്. 9ലും 10ലും +1ലും പഠിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവൾക്ക് A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. പുലർച്ചെ 4 മണിയാകുമ്പോൾ പ്രഭാകരൻ പോയി പശുക്കളെ കറക്കും. 6 മണിക്ക് തന്മയെയും ആദ്യം ചെന്ന് പാൽ കുപ്പികളിലാക്കി വിതരണം നടത്തും. പാൽ വാങ്ങുന്ന വീടുകാർക്കും ഇത് സൗകര്യമാണ്. ശുദ്ധമായ പാൽ വീട്ടിൽ കിട്ടുമല്ലോ. നെയ്യെടുത്ത ശേഷം പാൽപ്പൊടിയും മറ്റ് അസംസ്കൃത പദാർത്ഥങ്ങളും ചേർത്തുണ്ടാക്കുന്ന കവർ പാലിനേക്കാൾ 100 ഇരട്ടി നല്ലത്. എങ്ങനെ കാശുണ്ടാക്കും അമ്മേ? ചായ കുടിച്ചിട്ട് ഗ്ലാസ് കഴുകി വയ്ക്കുന്നതിനിടയിൽ തന്മയ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. പത്മം ദീർഘമായി നിശ്വസിച്ചതല്ലാതെ മിണ്ടിയില്ല. തന്മയ വേഗം കുളിച്ചൊരുങ്ങി സ്കൂൾ യൂണിഫോം ധരിച്ചു. മുടി 2ആയി പിന്നിയിട്ട് അവൾ നോക്കുമ്പോൾ റിബൺ കാണുന്നില്ല. എടി ആദ്യേ, നീ എൻ്റെ റിബൺ എടുത്തോ? അവൾ ശബ്ദമുയർത്തി. എടുത്തു. അത് എടുത്തോണ്ടാ ഞാൻ കുളിക്കുന്നത്. കുളിമുറിയിൽ നിന്ന് ശബ്ദം കേട്ടു. ഒന്ന് ഇറങ്ങി വാടി പിശാചേ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അവൾ റിബൺ തിരഞ്ഞു. മരസ്റ്റാൻഡിൽ ആദ്യയുടെ വസ്ത്രത്തിനിടയിൽ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന റിബണിൻ്റെ അറ്റം കണ്ടു. തന്മയ അതെടുത്ത് മുടിയിൽ കെട്ടി. അപ്പോഴേക്കും പത്മ മോൾക്ക് ഭക്ഷണം എടുത്തു വെച്ചു. ചൂട് ഇഡലിക്കൊപ്പം പച്ചക്കപ്പലണ്ടിയും തേങ്ങയും ചേർത്ത് അരച്ച ചട്നി. തന്മയ വേഗത്തിൽ കഴിക്കുന്നത് കണ്ട് പത്മ നെറ്റി ചുളിച്ചു. ഒന്ന് പതുക്കെ തിന്നു പെണ്ണേ, ഇന്ന് സ്കൂൾ കലോത്സവമാമേ, വേഗം പോകണം. കഴിച്ചെന്ന് വരുത്തി തന്മയ എഴുന്നേൽക്കുമ്പോൾ കുളിമുറിയിൽ നിന്ന് ഇറങ്ങിയതേയുള്ളൂ ആദ്യ. ഇച്ചേച്ചി പോവാണോ? പിന്നല്ലാതെ, നിന്നെ നോക്കി നിന്നാൽ ഞാൻ ചെല്ലുമ്പോഴേക്കും മത്സരം തുടങ്ങും. നീ NMS ബസ്സിൽ കയറി അങ്ങ് വന്നാൽ മതി. ആദ്യ എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും വാക്കുകൾ വിഴുങ്ങി. വാട്ടർ കളർ അടങ്ങിയ ബോക്സും ബ്രഷുകളും ഡ്രോയിങ് ഷീറ്റും മറ്റും എടുത്തെന്ന് ഒന്നുകൂടി ഉറപ്പാക്കിയിട്ട് തന്മയ സ്കൂൾ ബാഗ് തോളിൽ തൂക്കി. പിന്നെ അമ്മയോട് യാത്ര പറഞ്ഞ് സ്കൂട്ടറിൽ കയറി. കാന്തല്ലൂരിൽ നിന്ന് 11 കിലോമീറ്ററുണ്ട് കോവിൽക്കടവിന്. തുടക്കം മുതൽ ഇറക്കവും വളവുകളും. സ്കൂളിൽ 2 വീലർ അനുവദിക്കാത്തതിനാൽ തൊട്ടടുത്തുള്ള കടയുടെ സൈഡിലാണ് സ്കൂട്ടർ വയ്ക്കുന്നത്. എതിരെ കരിമ്പും കയറ്റി വരുന്ന ട്രാക്ടറിന് സൈഡ് കൊടുത്ത് അവൾ നീങ്ങുമ്പോൾ ഒരു ഭാഗത്ത് JCB ഉപയോഗിച്ച് ഗ്രാൻഡീസ് മരങ്ങളുടെ ചുവട് പിഴുതുമാറ്റുന്നത് കണ്ടു. ശർക്കര ആലയുടെ ചിമ്മിനിയിൽ നിന്ന് കട്ടികുറഞ്ഞ പുക പരക്കുന്നു. ഒപ്പം വെന്ത കരിമ്പിൻ നീരിൻ്റെ സുഖമുള്ള ഗന്ധം. ധാരാളം മുനിയറകളുള്ള ആനക്കോട്ടപ്പാറയിൽ സ്കൂട്ടർ എത്തിയപ്പോൾ താഴെ സ്കൂളിൻ്റെ മുകളിൽ നിന്നുള്ള രൂപം കണ്ണിൽ പതിഞ്ഞു. താഴേക്ക് ചൊല്ലുംതോറും ഉച്ചഭാഷണിയിലൂടെ ശബ്ദം കേട്ടു തുടങ്ങി. സുഖദേവ് സാറിൻ്റെ അനൗൺസ്മെൻറ്റ്. വാട്ടർ കളർ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും വേഗം ഹ്യൂമാനിറ്റീസ് ക്ലാസ് റൂമിൽ എത്തേണ്ടതാണ്. സ്കൂട്ടർ വച്ചിട്ട് അവൾ വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗേറ്റ് പെട്ടെന്ന് കടന്നു. ഹ്യൂമാനിറ്റീസ് റൂമിലെത്തുമ്പോൾ ഏതാണ്ട് 10ഓളം പേർ മത്സരിക്കാനുണ്ട്. സുഖദേവ് സാർ അവളെ നോക്കി ചിരിച്ചു. സുമുഖനും അവിവാഹിതനുമാണ് സുഖദേവ്. പാൽക്കാരിപ്പെണ്ണേ, പാൽക്കാരിപ്പെണ്ണേ, ബാൽക്കണിയിൽ നിന്നുള്ള ഈണത്തിലുള്ള കോറസ്. സുഖദേവ് അവിടേക്ക് നോക്കിയതും തലകൾ പിൻവലിഞ്ഞു. അതൊന്നും കാര്യമാക്കണ്ട, സാർ പറഞ്ഞു. കാര്യമാക്കാറില്ല സാർ. മാത്രമല്ല, പാൽക്കാരി എന്ന് വിളിക്കുന്നത് കേട്ടാൽ എനിക്കൊട്ടും നാണക്കേടുമില്ല. തന്മയ ചിരിച്ചു. ഞാൻ ചെയ്യുന്ന ജോലിയല്ലേ അത്. മിടുക്കി. സുഖദേവ് അവളുടെ തോളിൽ തട്ടി. പോയിരിക്കെ. തന്മയ ഒരു ടേബിളിനടുത്തെത്തി. സുഖദേവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാണെങ്കിലും സ്കൂളിലെ ഏത് കാര്യത്തിനും മുന്നിലുണ്ട്. ഇപ്പോൾ കലോത്സവ കൺവീനറും അയാൾ തന്നെ. കൂടാതെ NCCയുടെ ചുമതലകളുമുണ്ട്. സുഖദേവ് സാറേ, എന്നാൽ തുടങ്ങുകയല്ലേ? ഹെഡ് മിസ്ട്രസ് തങ്കമണി ടീച്ചർ അവിടേക്ക് വന്നു. തുടങ്ങാം. പിന്നെ ടീച്ചർ ഒച്ച താഴ്ത്തി. ആ കലേഷിനെയും അഭിജിത്തിനെയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ടാവന്മാർക്ക്. ഞാൻ പ്രിൻസിപ്പലിനോട് സൂചിപ്പിച്ചു. ശരി ടീച്ചർ. കലേഷ് PTA പ്രസിഡന്റ് ഡോക്ടർ കലാധരൻ്റെ മകനാണ്. ഹോമിയോ ഡോക്ടറാണ് കലാധരൻ. അഭിജിത്ത് സ്ഥലത്തെ രാഷ്ട്രീയക്കാരൻ്റെ മകനും. പ്രതിപക്ഷ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റാണ്. തോട്ടം രാജൻ എന്നറിയപ്പെടുന്ന രാജശേഖരൻ. തോട്ടം തൊഴിലാളികൾക്കിടയിൽ നിന്നാണ് അയാൾ രാഷ്ട്രീയക്കാരനായി വളർന്നത്. അഭിജിത്തും കലേഷും അത്ര ശരിയല്ല. സുഖദേവ് സ്കൂളിലുള്ളത് കൊണ്ടാണ് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാത്തത്. ഇരുവരും +2 സയൻസ് വിദ്യാർത്ഥികൾ. സുഖദേവും തങ്കമണി ടീച്ചറും ഹ്യൂമാനിറ്റീസ് ക്ലാസ് റൂമിലേക്ക് കയറി. മത്സരം ആരംഭിക്കുകയാണ്. സുഖദേവ് കുട്ടികളെ അറിയിച്ചു. സമയം 2 മണിക്കൂർ. അയാൾ മത്സരാർത്ഥികളുടെ പേരും ക്ലാസ്സും ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തു. ശേഷം അവർക്ക് കോഡ് നമ്പർ നൽകി. മറ്റൊന്ന് നിങ്ങൾ ഡ്രോയിങ് ഷീറ്റിൽ എഴുതരുത്. കോഡ് നമ്പർ മാത്രമേ പാടുള്ളൂ. ശേഷം അവർക്ക് വരയ്ക്കാനുള്ള വിഷയം നൽകി. അമ്മയും കുഞ്ഞും.
കുട്ടികൾ പരസ്പരം ഒന്ന് നോക്കി. സുഖദേവ് തുടർന്നു. ഇപ്പോൾ 9 മണി, 11 ഞാൻ വരും. സുഖദേവും ഹെഡ്മിസ്ട്രസും മടങ്ങി. ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികൾ ഏതാണ്ട് നിറഞ്ഞിരുന്നു. ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു തമിഴ് പാട്ടിനൊപ്പം ചിലർ തുള്ളുന്നുണ്ട്. അവന്മാർ കസേര ഒടിക്കും, തങ്കമണി ടീച്ചർ പിറുപിറുത്തു. അതിനിടെ സുഖദേവിനെ കണ്ടതും തുള്ളൽ നിലച്ചു. സുഖദേവ് മൈക്ക് ഓപ്പറേറ്ററുടെ അടുത്തെത്തി. ഇത്രയും വോളിയം വേണ്ട, കുറച്ച് വയ്ക്ക്. അയാൾ ശബ്ദം കുറച്ചു. അതോടെ പ്രതിഷേധ സൂചകമായി ഒരു കോണിൽ നിന്ന് ചെറിയ കൂവൽ ഉയർന്നു. സുഖദേവ് അവിടേക്ക് തിരിഞ്ഞതും അതും നിലച്ചു. അയാൾ വോളണ്ടിയേഴ്സ് ആയ NCC കാഡറ്റുകളെ അടുത്ത് വിളിച്ചു. ഇനി അപശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ശരി സാർ. അവർ പല ഭാഗങ്ങളിലേക്ക് മാറി നിലയുറപ്പിച്ചു. പ്രിൻസിപ്പൽ ബാബുരാജ് സുഖദേവിൻ്റെ അടുത്തേക്ക് വന്നു. സാറേ, സമയം പോകുന്നു. ഉദ്ഘാടകം മാത്രമേ വരാനുള്ളൂ. അദ്ദേഹം വരാതെ പറ്റത്തില്ലല്ലോ. സാറൊന്ന് വിളിച്ചു നോക്കുമോ? ബാബുരാജിൻ്റെ മുഖം മങ്ങി. അത് വേണ്ട. പിന്നെ അക്കാര്യം പറഞ്ഞായിരിക്കും ശകാരം. അത് നേരാണെന്ന് അനുഭവത്തിൽ നിന്ന് സുഖദേവിനറിയാം. പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ് കോവിൽക്കടവ് വല്ലീശ്വരം. HSS വിഭാഗത്തിൽ മാത്രം 1000-ലധികം വിദ്യാർത്ഥികളുണ്ട്. അതും എയ്ഡഡ് സ്കൂൾ. മാനേജർ വല്ലീശ്വരൻ ധർമ്മരാജ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ലക്ഷങ്ങൾ വാങ്ങിയാണ് അധ്യാപകരെ നിയമിച്ചിരിക്കുന്നതെങ്കിലും അവരൊക്കെ തൻ്റെ വീട്ടിലെ ജോലിക്കാരാണെന്നാണ് ഭാവം. ആരൊക്കെ നിന്നാലും എന്തും വിളിച്ചു പറയും. 25ഓളം റൂട്ടിലോടുന്ന ബസ്സുകളും പട്ടയമില്ലാത്ത ഏക്കർ കണക്കിന് സ്ഥലത്ത് ഗ്രാൻഡീസ് തോട്ടവും റിസോർട്ടുമൊക്കെ അയാൾക്കുണ്ട്. പ്രിൻസിപ്പലിൻ്റെയൊപ്പം സുഖദേവും ഓഫീസിലേക്ക് നടന്നു. അവിടെ ഡോക്ടർ കലാധരനും രാജശേഖരനും ഒക്കെയുണ്ട്. എല്ലാ മുഖങ്ങളിലും അക്ഷമ പ്രകടമാകുന്നു. ഡോക്ടർ കലാധരൻ വാച്ചു നോക്കി. പോയിട്ട് വേണം എനിക്ക് ക്ലിനിക്ക് തുറക്കാൻ. എങ്കിൽ ഡോക്ടർ ഒന്ന് വിളിച്ചു നോക്കുമോ മാനേജറെ? സുഖദേവ് തിരക്കി. ഡോക്ടറുടെ സുഹൃത്താണല്ലോ മാനേജർ. അത് വേണ്ടെന്ന ഭാവത്തിൽ കലാധരൻ തലയാട്ടി. സ്കൂളിൽ എന്ത് നടന്നാലും താൻ തന്നെയാവണം പ്രധാനിയെന്ന് ധർമ്മരാജന് നിർബന്ധമുണ്ട്. അയാളുടെ സമയമാണ് പരിപാടിയുടെ സമയവും. 10:30. ധർമ്മരാജ് വന്നില്ല. 11 മണി. സുഖദേവ് വാട്ടർ കളർ പെയിൻറ്റിംഗ് നടക്കുന്ന റൂമിലേക്ക് പോയി. വിദ്യാർത്ഥികൾ ചിത്രരചന പൂർത്തിയാക്കിയിരുന്നു. അമ്മയും കുഞ്ഞും എന്ന വിഷയത്തിൽ ഒരാളൊഴികെ എല്ലാവരും സ്ത്രീയെയും കുഞ്ഞിനെയുമാണ് വരച്ചിരിക്കുന്നത്. ഒരാളിൽ മാത്രമുണ്ട് പുതുമ. ഒരു പശുവും കിടാവും. അത് തന്മയുടെ ചിത്രമായിരുന്നു. അവയും അമ്മയും കുഞ്ഞുമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുഖത്ത് പ്രത്യേക ഭാവമൊന്നും വരുത്താതെ സുഖദേവ് ചിത്രങ്ങൾ വാങ്ങി. അവ വാലിഷ് ചെയ്യാനായി പുറത്തൊരു ഡ്രോയിങ് ടീച്ചർക്ക് നൽകി. കഴിഞ്ഞ 2 ദിവസമായി ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്നു. ഇന്നും നാളെയും സ്റ്റേജ് മത്സരങ്ങൾ. രാവിലെ തന്നെ മേക്കപ്പ് അണിഞ്ഞ് വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞു. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കലാപ്രതിഭകളെ സൃഷ്ടിക്കുന്ന സ്കൂൾ കൂടിയാണ് വല്ലീശ്വരം. സമയം 11:30. ലേഡി ടീച്ചേഴ്സ് സുഖദേവിനും ചുറ്റും കൂടി. എന്ത് ചെയ്യും സാറേ? അയാൾ അവരെ ആകമാനം ഒന്ന് നോക്കി. ഒന്നിനൊന്ന് മെച്ചമായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു അവർ. തത്തമ്മ എന്ന ഇരട്ടപ്പേരുള്ള വിദ്യ ടീച്ചർ ഒരുപാട് ത്രെഡ് വർക്കുകളുള്ള റോസ് കളർ സാരിയാണ് ധരിച്ചിരിക്കുന്നത്. ടീച്ചറിൻ്റെ ചുണ്ടിൽ നിന്ന് ചുവന്ന ലിപ്സ്റ്റിക്ക് വടിച്ചെടുക്കാമെന്ന് തോന്നും. എല്ലാവരും കൂടി ഫാഷൻ പരേഡിന് പോകുന്ന മട്ടുണ്ടല്ലോ. സുഖദേവ് ചിരിച്ചു. മാനേജർ കണ്ടോന്ന് കരുതിയാ സാറേ? വിദ്യ ചുണ്ടനക്കി. അത് മനസ്സിലായി. എങ്കിൽ ടീച്ചർ ഒരു കാര്യം ചെയ്യേ, മാനേജറൊന്ന് വിളിക്കേ. അയ്യട മോനെ, അത് വേണ്ട. വിദ്യ ഒഴിഞ്ഞു മാറി. സാറേ, ഇതിപ്പോൾ എന്ത് ചെയ്യും? പൂച്ചയ്ക്ക് 6 മണിക്കെട്ടും എന്ന് പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകൻ അഭിലാഷ് സുഖദേവൻ്റെ കാതിൽ തിരക്കി. എനിക്കറിയില്ല. സുഖദേവന് അസ്വസ്ഥതയായി. ഇങ്ങനെ പോയാൽ നാളെ കൊണ്ട് പരിപാടി തീരില്ല. മറ്റന്നാൾ കൂടി വേണ്ടിവരും. അപ്പോൾ ലാബ് അസിസ്റ്റന്റ് കാർത്തികേയൻ സുഖദേവനെ അറിയിച്ചു. സാറിനെ പ്രിൻസിപ്പൽ തിരക്കുന്നു. സുഖദേവ് വീണ്ടും പ്രിൻസിപ്പലിൻ്റെ റൂമിലെത്തി. ഞാൻ മാനേജറെ വിളിച്ചു നോക്കി. ഫോൺ എടുക്കുന്നില്ല. സുഖദേവ് ഒരു നിമിഷം ചിന്തിച്ചു. ഉച്ചയ്ക്ക് മുമ്പെങ്കിലും പരിപാടി തുടങ്ങണ്ടേ? നമുക്ക് യോഗം ആരംഭിച്ചാലോ? ഇപ്പം തന്നെ കുട്ടികൾ വയലൻ്റാണ്. മാനേജർ വരുന്ന സമയത്ത് ഉദ്ഘാടനം നടത്താം. അയാൾ PTA പ്രസിഡന്റിനെ നോക്കി. അയാളും സമ്മതിച്ചു. സാറ് തുടങ്ങ, കൂടെ ഞങ്ങളുണ്ട്. അങ്ങനെ ചടങ്ങ് ആരംഭിച്ചു. PTA പ്രസിഡന്റാണ് അധ്യക്ഷൻ. സ്വാഗതം സുഖദേവ്. ഈശ്വരപ്രാർത്ഥന കഴിഞ്ഞു. സ്വാഗത പ്രസംഗത്തിന് സുഖദേവ് മൈക്ക് സ്റ്റാൻഡിന് മുന്നിലെത്തി. തന്മയെയും കൂട്ടുകാരികളും ഓഡിറ്റോറിയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ സമയം 12 മണി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകനും നമ്മുടെ മാനേജറുമായ വല്ലീശ്വരൻ ധർമ്മരാജ് അവർകൾ. സുഖദേവ് അത്രയും പറഞ്ഞപ്പോഴേക്കും സ്കൂളിന് മുന്നിൽ ഒരു ലാൻഡ് റോവർ കാർ വന്നു നിന്നു. ലാബ് അസിസ്റ്റന്റ് കാർത്തികേയനോട് ചെന്ന് ഡോർ തുറന്നു പിടിച്ചു. 110 കിലോ തൂക്കം വരുന്ന വല്ലീശ്വരൻ ധർമ്മരാജ് ഇറങ്ങി. കടും പച്ചനിറത്തിലുള്ള ഷർട്ടും പച്ചക്കരയുള്ള മുണ്ടും കറുത്ത ഹാഫ് ഷൂസും വേഷം. കൈത്തണ്ടകളിൽ സ്വർണ്ണ ചെയിനും റാഡോയുടെ വാച്ചും. കഴുത്തിൽ പാമ്പു ചുറ്റിയതുപോലെ ഒരു സ്വർണ്ണ ചങ്ങല. വിരലുകളിൽ രത്നമോതിരങ്ങൾ. കനമുള്ള കട്ടിമീശയും നീണ്ട കൃതാവും. 50 വയസ്സ് വരും ധർമ്മരാജിന്. ഒത്ത ഉയരമുള്ള വെളുത്ത കഷണ്ടിക്കാരൻ. ഓഡിറ്റോറിയത്തിന് നടുവിലൂടെ അയാൾ സ്റ്റേജിലേക്ക് നടന്നു. സ്റ്റേജിലുണ്ടായിരുന്നവരും അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം സകലരും എഴുന്നേറ്റു. ധർമ്മരാജിൻ്റെ മുഖം ചുവന്നു. സ്റ്റേജിലേക്ക് ചാടി കയറിയ അയാൾ സുഖദേവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു.
അല്ലെങ്കിലും നിനക്കല്പം അഹങ്കാരം കൂടുതലാണ്. ഞാൻ വരുന്നതിന് മുമ്പ് യോഗ ആരംഭിക്കാനും സ്വാഗതം പറയാനും നിനക്കെന്താണ് ഇത്ര ധൃതി? ധർമ്മരാജിൻ്റെ അലർച്ച മൈക്കിലൂടെ പുറത്തേക്ക് ഒഴുകി. ഓഡിറ്റോറിയത്തിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. സാർ, സുഖദേവ് വിളറി വീർത്തു. പ്ലീസ് ധർമ്മരാജ് സാർ. ഡോക്ടർ കലാധരൻ എന്തോ പറയാൻ ഭാവിച്ചു. ഒന്നും പറയണ്ട ഡോക്ടർ, നിങ്ങളാരും ഇതിന് മുതിരില്ലെന്ന് എനിക്കറിയാം. അതോടെ നേരത്തെ സുഖദേവനെ പിന്താങ്ങിയവർ നാവടക്കി. സുഖദേവനെ മാനേജർക്ക് ഇഷ്ടമല്ലെന്ന് അവർക്കറിയാം. മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് പ്രിൻസിപ്പലിനും ഹെഡ് മിസ്ട്രസിനും തോന്നി. തനിക്ക് വേണ്ടി ആരും ശബ്ദിക്കുന്നില്ലെന്ന് കണ്ട് സുഖദേവൻ്റെ മനമുലഞ്ഞു. സാർ, ഞാനൊന്ന് പറയട്ടെ? അയാളുടെ വാക്കുകൾ ധർമ്മരാജ് ചെവിക്കൊണ്ടില്ല. നീ ഒരു പുല്ലും പറയണ്ട. ഷർട്ടിലെ പിടിവിട്ടിട്ട് ധർമ്മരാജ് ഒറ്റത്തള്ള്. സുഖദേവ് പുറകോട്ട് മറിഞ്ഞു. സ്റ്റേജിന് മുന്നിൽ നിലത്തേക്ക്, വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക്. സകലരും പകച്ചുപോയ നിമിഷം. സ്റ്റേജിൽ മുന്നോട്ടാഞ്ഞ ഡോക്ടർ കലാധരനും രാജശേഖരനുമൊക്കെ എവിടെയോ തടഞ്ഞതുപോലെ അങ്ങനെ തന്നെ നിന്നു. സുഖദേവ് സാറിനോട് ധർമ്മരാജ് അങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല. ധർമ്മരാജ് സാർ. രാജശേഖരൻ നാവ് അനക്കിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. സ്റ്റേജിന് മുന്നിലെ സിമന്റ് തറയിൽ നിന്ന് വിളറി വെളുത്ത് സുഖദേവ് എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ സാധിച്ചില്ല. നട്ടെല്ലിന് നല്ല വേദന, കൈമുട്ടുകളിൽ അസഹ്യമായ നീറ്റൽ. അയാൾ കൈ തിരിച്ചു നോക്കി. കൈമുട്ടുകളിലെ തൊലി ചതഞ്ഞു കീറി ചോരയൊഴുകുന്നു. സഹായത്തിനായി അയാൾ ചുറ്റും നോക്കിയെങ്കിലും ആരും അനങ്ങുന്നില്ല. ഓഡിറ്റോറിയത്തിൻ്റെ മുൻനിരയിൽ UP വിഭാഗത്തിലെ ചെറിയ കുട്ടികളാണ് ഇരിക്കുന്നത്. അവർ വല്ലാതെ ഭയന്നു പോയിരുന്നു. യാതൊരു ഭാവമാറ്റവുമില്ലാതെ ധർമ്മരാജ് മൈക്ക് സ്റ്റാൻഡിന് അടുത്തേക്ക് ചെന്നു. സ്റ്റേജിലും സദസ്സിലുമുള്ളവരെ. ധർമ്മരാജിൻ്റെ ഘനഗംഭീരമായ ശബ്ദം അവിടുത്തെ നിശബ്ദതയിൽ മുഴങ്ങി. പെട്ടെന്ന് ഓഡിറ്റോറിയത്തിൻ്റെ പിൻഭാഗത്ത് ബഹളം തുടങ്ങി. നിങ്ങൾ സംസാരിക്കേണ്ട, ഒന്നിച്ചുള്ള വിദ്യാർത്ഥി ശബ്ദം. ധർമ്മരാജൻ്റെ മുഖം ചുരുങ്ങി. അയാൾ കണ്ടു സ്റ്റേജിന് മുന്നിലേക്ക് ഓടിയെടുക്കുന്ന NCC കേഡറ്റുകൾ. അവർ സുഖദേവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഏത് മാനേജരായാലും ശരി, ഇവിടെ നിന്ന് സംസാരിക്കേണ്ട. അഥവാ സംസാരിക്കണമെങ്കിൽ ഞങ്ങളുടെ സാറിനോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ പുറത്തു പോകണം, അവർ ചീറി. ധർമ്മരാജിൻ്റെ മുഖം കനത്തു. 15 വർഷമായി താൻ ഈ സ്കൂൾ തുടങ്ങിയിട്ട് അതിനുള്ളിൽ ആദ്യമായിട്ടാണ് തനിക്കെതിരെ ശബ്ദം ഉയരുന്നത്. അതും ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറ് കാരണം. ഈ പ്രവണത അനുവദിച്ചുകൂടാ. മുളയിലേ നുള്ളണം. നിർത്തിനടാ, ധർമ്മരാജ് മൈക്കിലൂടെ അലറി. ആ ശബ്ദത്തിൽ ഓഡിറ്റോറിയം വിറച്ചു. ഇതെൻ്റെ സ്കൂൾ. നിനക്കൊക്കെ അടങ്ങി ഒതുങ്ങി പഠിക്കാമെങ്കിൽ ഇവിടെ വന്നാൽ മതി. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അയാളുടെ അട്ടഹാസത്തിനിടയിൽ കൂടുതൽ കുട്ടികൾ ഇളകി. മാനേജറുടെ ഭരണമൊക്കെ പണ്ട്. ഞങ്ങളും പത്രം വായിക്കുകയും TV കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം, അവർ വിളിച്ചു പറഞ്ഞു. ആ പിന്നെ, ഇവിടുത്തെ നിയമം ഞാൻ തീരുമാനിക്കുന്നത് തന്നെയാടാ. അല്ലെങ്കിൽ വീട്ടിൽ പോയി നിൻ്റെയൊക്കെ തന്തമാരോട് ചോദിക്ക്. ദേ, തന്തയ്ക്ക് പറയരുത്. കുട്ടികൾ കഴിച്ചുകൊണ്ടി. പറയുമിടാ 100 വട്ടം. അല്ലെങ്കിൽ കൂട്ടത്തിൽ കിടന്ന് മോങ്ങാതെ എൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന് തർക്കിക്ക്. ഇന്ന് വീട്ടിൽ ചെല്ലും മുമ്പ് നിൻ്റെയൊക്കെ കാല് ഞാൻ വെട്ടും. ധർമ്മരാജാടാ പറയുന്നത്. ഒറ്റ തന്തയ്ക്ക് പിറന്നവന്മാരാണെങ്കിൽ ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. ധർമ്മരാജിനെക്കുറിച്ച് കുട്ടികൾക്കറിയാം. പറഞ്ഞാൽ അതുപോലെ അയാൾ ചെയ്യും. പട്ടാപ്പകൽ കോവിൽ കടയിൽ വെച്ച് അയാളുടെ ബസ്സിനകത്ത് കയറ്റി പലരെയും ഇടിച്ച സംഭവമുണ്ട്. മാനേജരോട് എതിർത്താൽ അത് കുട്ടികൾക്ക് ദോഷമാണെന്ന് സുഖദേവന് മനസ്സിലായി. വേണ്ടി വന്നാൽ ഈ സ്കൂൾ പോലും ഇയാൾ തകർത്തെന്നിരിക്കും. സുഖദേവ് പെട്ടെന്നിടപെട്ടു. കുട്ടികളെ, നിങ്ങൾ ശാന്തരാവ്. ഇതെൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാ. ഉദ്ഘാടകൻ വരുന്നതിന് മുമ്പ് യോഗം തുടങ്ങരുതായിരുന്നു. എന്നിട്ടും വിദ്യാർത്ഥികൾക്കിടയിൽ പിറുപിറുക്കലുണ്ടായി. രാവിലെ മുതൽ വേഷം കെട്ടി നിൽക്കുന്നവരുണ്ട് സാറേ. 9:30 പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്. സുഖദേവിന് ചുറ്റും വിദ്യാർത്ഥികൾ തള്ളി നിന്നു. ആ കൂട്ടത്തിൽ തന്മയയും ആദ്യയും ഉണ്ടായിരുന്നു. അവർക്കും വലിയ വിഷമമായി. സുഖദേവ് ഒരു വിധത്തിൽ വിദ്യാർത്ഥികളെ ശാന്തരാക്കി അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് അയച്ചു. അവർ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത കസേരയിൽ അയാൾ തളർന്നിരുന്നു. 2 വാക്കുകളിൽ ഉദ്ഘാടനവും ഏറെ വാക്കുകളിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ട് ധർമ്മരാജ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. സുഖദേവിനെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് തറ ചവിട്ടിക്കുലുക്കി അയാൾ പുറത്തേക്ക് പോയി. അയാൾ കാറിൽ കയറുമ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് കൂക്കുവിളികൾ ഉയർന്നു. ധർമ്മരാജ് അടിമുടി വിറഞ്ഞു തുള്ളി. എങ്കിലും മടങ്ങി വന്നില്ല. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും അധ്യക്ഷൻ്റെ ഉപക്രമമോ ആശംസാ പ്രസംഗങ്ങളോ ഉണ്ടായില്ല. പ്രിൻസിപ്പൽ ഏതാനും വാക്കുകളിൽ നന്ദി രേഖപ്പെടുത്തി. അധ്യക്ഷൻ യോഗം പിരിച്ചുവിട്ടു. വിദ്യാർത്ഥികൾ സുഖദേവിനെ സ്റ്റാഫ് റൂമിലെത്തിച്ചു. മറ്റ് അധ്യാപകരും ചുറ്റും കൂടി. എന്നാലും എന്തൊരു മര്യാദക്കേടാ മാനേജർ ചെയ്തത്. മറ്റെവിടെയെങ്കിലും ഇത് നടക്കുമോ? അഭിലാഷ് സാർ പറഞ്ഞു. സുഖദേവ് മുഖമുയർത്തി പുഞ്ചിരിയോടെ പറഞ്ഞു. മാനേജർ പോയി കഴിഞ്ഞപ്പോൾ സാറിന് എന്തൊരു ഇച്ചിര്? അഭിലാഷ് ഒന്ന് വിളറി. സുഖദേവ് തുടർന്നു. മാനേജരെ അപ്പപ്പോൾ വിവരം ധരിപ്പിക്കാൻ ചിലരിവിടെയുണ്ടെന്ന് മറക്കല്ലേ സാറേ. വെറുതെ നാക്കിട്ടലിച്ച് പണി മേടിക്കല്ലേ. അപ്പോഴേക്കും വിദ്യ ടീച്ചർ ഡെറ്റോളും പഞ്ഞിയുമായി വന്നു. സാറ് ആ കൈയൊന്ന് നീട്ടിക്കേ. അയാൾ അനുസരിച്ചു. ടീച്ചർ ഡെറ്റോൾ പഞ്ഞിയിൽ പുരട്ടി അയാളുടെ കൈകൾ തുടച്ചു. പിന്നെ അവിടെ പ്ലാസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ ലാബ് അസിസ്റ്റന്റ് കാർത്തികയെ നോട്ടീസ് ബുക്കുമായി വന്നു. അടിയന്തര സ്റ്റാഫ് മീറ്റിംഗ്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും സംയുക്തമായിട്ട്. 2 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് ആരംഭിച്ചു. സ്റ്റാഫ് സെക്രട്ടറി കൂടിയായ സയൻസ് അധ്യാപകൻ രാജൻ ബാബു സാർ സ്വാഗതം പറഞ്ഞ് അവസാനിപ്പിച്ചതിങ്ങനെ.
ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് മാനേജറുടെ ഭാഗത്തു നിന്നുണ്ടായത്. സുഖദേവ് സാറിൻ്റെ ഒപ്പം നമ്മൾ ഒന്നിച്ചു നിന്നേ പറ്റൂ. അല്ലെങ്കിൽ നാളെ നമുക്ക് ഓരോരുത്തർക്കും ഇതേ അവസ്ഥയുണ്ടാകാം. ഇനി ഈ കലോത്സവം നടത്തണോ എന്ന് പോലും നമ്മൾ തീരുമാനിക്കണം. പോലീസിൽ പരാതിപ്പെടുന്നതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കണം. പെട്ടെന്ന് സുഖദേവ് ഇടപെട്ടു. അതൊന്നും വേണ്ട. ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമായി ഞാനങ്ങ് കരുതിക്കോളാം. ആരുമായും ഫൈറ്റ് ചെയ്യാനൊന്നും ഞാനില്ല. ജീവിക്കാൻ വേറൊരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചേനെ. സുഖദേവിൻ്റെ ശബ്ദം പതറി. പിന്നെ നമുക്ക് കുട്ടികളോട് ചില ബാധ്യതകളില്ലേ? അത് ചിന്തിക്കണം. നാളത്തെ നല്ല തലമുറയാണ് ഒരു അധ്യാപകൻ്റെ ലക്ഷ്യമെന്നും മറക്കരുതല്ലോ. ബാക്കി അധ്യാപകർ പരസ്പരം നോക്കി. സുഖദേവ് തുടർന്നു. 10 വർഷം മുമ്പ് വീട് പണയപ്പെടുത്തി 15 ലക്ഷം രൂപ നൽകിയാണ് ഞാൻ ജോലിക്ക് കയറിയത്. കുറച്ച് കാലമല്ലേ ആയുള്ളൂ. നമുക്ക് ശമ്പളം വർദ്ധിച്ചിട്ട്. കടമൊക്കെ ഒരുവിധം തീർന്നു വരുന്നതേയുള്ളൂ. അതിനിടയ്ക്ക് ഒന്നിനും ഞാനില്ല. ഇന്ന് കുട്ടികളുടെ പരിപാടി മുടങ്ങാനും പാടില്ല. അധികം വൈകാതെ സ്റ്റാഫ് മീറ്റിംഗ് അവസാനിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് കലോത്സവം തുടങ്ങിയത്. വൈകുന്നേരം തന്മയയും ആദിയും ആക്റ്റീവയിൽ വന്ന് മുറ്റത്തിറങ്ങുമ്പോൾ തിണ്ണയിൽ ഗഹനമായ എന്തോ ചർച്ചയിലായിരുന്നു പ്രഭാകരനും പത്മവും. തന്മയ അത് ശ്രദ്ധിച്ചു. അമ്മയുടെ കണ്ണുകൾ കരഞ്ഞതുപോലെയുണ്ട്. മുഖത്ത് ശോകഭാവം. അച്ഛൻ്റെ മുഖത്തുമുണ്ട് സങ്കടം. എന്താമ്മേ? തന്മയ ഇരുവരെയും മാറി മാറി നോക്കി. ഒന്നുമില്ല. അവർ പെട്ടെന്ന് പ്രസന്നത ഭാവിച്ചു. തന്മയ പെട്ടെന്ന് വിഷയം മാറ്റി. കൂടുതൽ ചോദിച്ച് അച്ഛനമ്മമാരെ വിഷമിപ്പിക്കേണ്ട. അവൾ സ്കൂളിൽ നടന്ന സംഭവം പറഞ്ഞു. അല്ലെങ്കിൽ ധർമ്മരാജ് കണ്ണിൽ ചോരയില്ലാത്തവനാ, പ്രഭാകരൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഫാം നിൽക്കുന്ന സ്ഥലം പോലും അയാൾക്ക് നോട്ടമുണ്ട്. അത് വിൽക്കുന്നോ എന്നറിയാൻ എത്ര ആളിനെ പറഞ്ഞുവിട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്കൂളിലിരിക്കുന്ന സ്ഥലത്ത് റിസോർട്ട് പണിയാനായിരുന്നു ആദ്യം അയാളുടെ പ്ലാൻ. പക്ഷേ സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയില്ല. അപ്പോൾ കുറേ ആദിവാസി മൂപ്പന്മാരെ കൂടി ചേർത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. പിന്നാക്ക വിഭാഗത്തിൻ്റെ പേരിൽ സ്കൂളിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തായി? മൂപ്പന്മാരെ ഓരോരുത്തരെയായി സൂത്രത്തിൽ ട്രസ്റ്റിൽ നിന്ന് പുറത്താക്കി. അവരുടെ കുട്ടികൾക്ക് പോലും അവിടെ പ്രവേശനം നിഷേധിച്ചു. കുട്ടികൾ ആദ്യം അറിയുകയായിരുന്നു ഇതൊക്കെ. കേട്ടുനിന്ന പത്മം ബാക്കി പറഞ്ഞു. മറയൂര് ഈ ധർമ്മരാജൻ ഉന്തുവണ്ടിയിൽ വെളുത്തുള്ളിയും ശർക്കരയും വിറ്റ് നടക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ പണക്കാരനായത് വളരെ പെട്ടെന്ന്. ചന്ദന മോഷണമായിരുന്നെന്ന് പലരും ഇന്നും അടക്കം പറയുന്നുണ്ട്. പറയുന്നതിനിടയിൽ തന്നെ അവർ മക്കൾക്ക് അടയും ചായയും എടുത്തു വെച്ചു. പക്ഷേ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നിയില്ല. സുഖദേവ് സാറിനെ മാനേജർ സ്റ്റേജിൽ നിന്ന് തള്ളിയിടുന്ന രംഗമായിരുന്നു മനസ്സിൽ. പണത്തിൻ്റെ കാര്യം വല്ലതുമായോ അച്ഛാ? സന്ധ്യയ്ക്ക് പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്മയ പ്രഭാകരൻ്റെ അടുത്തെത്തി. ഇല്ല മോളെ. അയാളുടെ ശബ്ദത്തിൽ നിരാശ. പിന്നെ നമ്മൾ എന്തു ചെയ്യും? അറിയില്ല. വരാന്തയിലിരുന്ന് അയാൾ അകലെ കുന്നിന് മുകളിലേക്ക് നോക്കി. അവിടെ ഇരുളിലേക്ക് ചായക്കാരൻ ഭാവിക്കുന്ന ഗ്രാൻഡീസ് മരങ്ങൾ കണ്ടു. അപ്പോഴാണ് മുറ്റത്തേക്കൊരു പഴയ ജീപ്പ് ഇരച്ചു കയറി വന്നത്. കൂട്ടിൽ കിടന്ന കട്ടപ്പ 2 വട്ടം കുരച്ചു. പോപട്ടെ. ശിവദാസൻ ജീപ്പിൽ നിന്നിറങ്ങി. 50 കഴിഞ്ഞ വെല്ലിച്ച കഷണ്ടിക്കാരൻ. പത്മത്തിൻ്റെ സഹോദരനാണ് അയാൾ. മറയൂരിൽ ഒരു പലചരക്ക് കടയുണ്ട്. ഒപ്പം സുഗന്ധദ്രവ്യങ്ങളുടെ ബിസിനസ്സും അടക്കിയ വ്യാപാരവും. അളിയോ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ പന്നപ്പട്ടിയെ എവിടെയും കൊണ്ടുപോയി കളയാൻ. അതാ കൂട്ടിൽ കിടന്നുകൊണ്ട് അങ്കിളിനെന്താ? ചോദിച്ചത് തന്മയാണ്. ഓ, ഒരു പട്ടി സ്നേഹി. ശിവദാസൻ കാറിത്തുപ്പി. ഇതുങ്ങളെ ഈ രാജ്യത്തുണ്ടാക്കുന്ന പുകിലുകൾ ഓരോ ദിവസവും നീ പത്രത്തിൽ വായിക്കുന്നതല്ലേ? ശിവദാസൻ തിണ്ണയിൽ കയറി ഒരു കസേര വലിച്ചിട്ടിരുന്നു. അതിനൊക്കെ കാരണക്കാരെ മനുഷ്യൻ തന്നെയല്ലേ അങ്കിളെ? തന്മയെ വാദിച്ചു. അവനവൻ്റെ പുരയിലെ വേസ്റ്റ് നടു റോഡിലും അന്യൻ്റെ പുരയിടത്തിലും വലിച്ചെറിയും. അതൊക്കെ തിന്നുകൊടുത്ത് നായ്ക്കളെ അലഞ്ഞു നടക്കും. എന്നിട്ടൊടുവിൽ അവറ്റകൾക്ക് മാത്രം പേരുദോഷം. ശിവദാസൻ തലവെട്ടിച്ചു. ഓ, ഞാൻ നിർത്തി. അല്ലെങ്കിൽ നിന്നോട് വാദിച്ച് ജയിക്കാൻ ആർക്കു കഴിയും? പുസ്തകം പഠിപ്പിക്കേണ്ടതിന് പകരം ആവശ്യമില്ലാത്തതൊക്കെ പഠിപ്പിച്ചു വിട്ടോളും കുറേ സാറുമാർ. തന്മയ്ക്ക് പക്ഷേ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. അങ്കിൽ അങ്ങനെ കൂടുതൽ സത്യസന്ധൻ ചമയണ്ട. മണ്ണരപ്പെട്ടിയിൽ ഒരു തെരുവ് പെട്ടി പ്രസവിച്ച് കിടന്നപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് മുന്തിയ ഇനമാണെന്ന് പറഞ്ഞ് പലർക്കും വിറ്റത് ഞങ്ങൾക്കറിയാം. ചമ്മിപ്പോയി ശിവദാസൻ. എന്നിട്ടും തന്മയെ നിർത്തിയില്ല. വല്യമ്മ അച്ഛൻ്റെ കാല് കിളമാന്തിക്കൊണ്ട് വരഞ്ഞിട്ട് പട്ടി കടിച്ചതാണെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയതും സർക്കാരിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിപ്പിച്ചതുമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് കരുതല്ലേ? അതോടെ ശിവദാസിൻ്റെ പരാജയം പൂർണ്ണമായി. മതി മതി, നീ പോയിരുന്ന് പഠിക്ക്. പ്രഭാകരൻ ഇടപെട്ടു. ശിവദാസനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് തന്മയ അകത്തു മറിഞ്ഞു. കാപ്പിയുമായി പത്മം ആങ്ങളയ്ക്ക് മുന്നിലെത്തി. കാശിൻ്റെ കാര്യം വല്ലതുമായോ ചേട്ടാ? എവിടുന്ന്? ശിവദാസൻ ഗ്ലാസ് വാങ്ങി. വാതിലിന് പിന്നിൽ വന്ന് തന്മയ എല്ലാം ശ്രദ്ധിച്ചു നിന്നു. ശിവദാസൻ പറഞ്ഞു. നിനക്കറിയാലോ പത്മം, കട നടത്തുന്നതേയുള്ളൂ. ഞാൻ ലാഭമുണ്ടായിട്ടല്ല. അത് വിട്ടുകളഞ്ഞാൽ മറ്റാരെങ്കിലും അവരെ കയറിപ്പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു മുറി വേണമെന്ന് വെച്ചാൽ ടൗണിൽ കിട്ടത്തുമില്ല. അതുകൊണ്ട് മാത്രമാണ്. ശിവദാസൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പ്രഭാകരനറിയാം. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മടിക്കുന്ന ആളാണ് ശിവദാസൻ. പിന്നെ എന്ത് ചെയ്യാൻ ചേട്ടാ? പത്മ ശബ്ദം താഴ്ത്തി ചോദിച്ചു.
ബാങ്കുകാർ ഇന്നും വന്നു. ഒരാഴ്ചക്കുള്ളിൽ പണമടച്ചില്ലെങ്കിൽ അവർ ജപ്തി നടപടികളിലേക്ക് നീങ്ങുമെന്ന്. അച്ഛനമ്മമാരുടെ വിഷമത്തിന് കാരണം തന്മയ്ക്ക് വ്യക്തമായി. ഒന്നും തങ്ങളെ അറിയിക്കാതിരിക്കാൻ ഇരുവരും അഭിനയിക്കുകയായിരുന്നു. സങ്കടത്തോടെ അവൾ അവിടെ നിന്ന് മാറി. കാപ്പി ഗ്ലാസ് പത്മത്തിനെ തിരികെ ഏൽപ്പിച്ചിട്ട് ചിന്താധീനനായി ശിവദാസൻ മന്ത്രിച്ചു. അല്ല, ലോണെടുത്ത് ഫാം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ കയ്യിൽ കുറെ കാശില്ലാതെ വേണ്ടെന്ന്. നിങ്ങൾ കേട്ടോ? അയാൾ പ്രഭാകരനെയും പത്മത്തെയും മാറി മാറി നോക്കി. ഇരുവരും മിണ്ടിയില്ല. അയാൾ തുടർന്നു. ചത്ത പശുക്കൾക്ക് രണ്ടിനും കൂടി 1.5 ലക്ഷം കിട്ടുമായിരുന്നു. ഞാൻ എന്തായാലും ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ. കുറച്ച് കാശ് പലിശയ്ക്കെങ്കിലും എടുക്കാൻ പറ്റുമോന്ന്. അതല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയേയുള്ളൂ. പ്രതീക്ഷയോടെ പ്രഭാകരൻ പത്മവും അയാളുടെ മുഖത്തേക്ക് നോട്ടം നട്ടു. ആ ഫാം നിൽക്കുന്ന സ്ഥലവും പശുക്കളെയും അങ്ങ് വിറ്റ് കളയുക. ഇപ്പോഴാണെങ്കിലും ഒരു പക്ഷേ ആ ധർമ്മരാജ സാറ് അത് വാങ്ങിച്ചോളും. ബാങ്കിലെ കുടിശ്ശികയും തീർക്കാം. ഇച്ചിരി കാശ് കയ്യിലിരിക്കുകയും ചെയ്യും. എന്തു പറയുന്നു? ശിവദാസൻ ചോദിച്ചു. ചേട്ടാ, പത്മത്തിന് വിഷമവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി. ഇത്രയും നല്ലൊരു പോംവഴി കണ്ടെത്താൻ ചേട്ടൻ ഒത്തിരി ചിന്തിച്ച് തലപ്പുണ്ണാക്കി കാണും അല്ലേ? ശിവദാസനൊന്ന് വിളറി. പത്മൻ ചീറി. ആട്ടെ, ഇതൊക്കെ ആ ധർമ്മരാജൻ ഉപദേശിച്ച് തന്നതാണോ അതോ ചേട്ടൻ്റെ സ്വന്തം ബുദ്ധിയാണോ? മുഖത്ത് തുപ്പൽ വീണതുപോലെ തോന്നി ശിവദാസന്. ഇതാടി നിനക്കുള്ള ദോഷം. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഓരോന്നും പറയുമ്പം. പത്മൻ ചിരികൊട്ടി. ആ വെളിച്ചം അണയാതെ കാത്തോണ ചേട്ടാ. മറ്റാർക്കെങ്കിലുമൊക്കെ വഴികാട്ടി കൊടുക്കാം. 2 പെൺപിള്ളേരാ ഞങ്ങൾക്ക്, അറിയാലോ. ഫാമും പശുക്കളെയും വിറ്റിട്ട് അതുങ്ങൾക്കൊരാവശ്യം വരുമ്പം ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങണോ തെണ്ടാൻ? ശിവദാസിന് അത് കേട്ട് ദേഷ്യം വന്നു. എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഞാൻ ഇറങ്ങുക. പോട്ടേളിയാ. അയാൾ കൂടുതലൊന്നും പറയാതെ ചെന്ന് ജീപ്പിൽ കയറി. മുറ്റത്തിട്ട് അത് തിരിച്ചു. നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. കൊടും വളവുകളിലൂടെ ജീപ്പിൻ്റെ വെളിച്ചം വളഞ്ഞു പൊളഞ്ഞു പോകുന്നത് അവിടെ ഇരുന്നു കൊണ്ട് പ്രഭാകരൻ കണ്ടു. അയാളും പത്മവും കൂടി എത്ര ചിന്തിച്ചിട്ടും പ്രശ്നത്തിന് ഒരു പോംവഴി കണ്ടെത്താനായില്ല. സമയം 8 മണി. പഠിത്തം പകുതി നിർത്തി തന്മയയും ആദിയും തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു പ്രഭാകരനും പത്മവും. എന്താ മക്കളെ? പ്രഭാകരൻ തലതിരിച്ചു. തൽക്കാലത്തേക്ക് ഒന്ന് രക്ഷപ്പെടാൻ എത്ര രൂപ വേണ്ടിവരും അമ്മേ? അതിന് നിന്റെ കയ്യിലുണ്ടോ? പത്മത്തിൻ്റെ പുരികം ചുളിഞ്ഞു. ഇല്ല, പക്ഷേ ഒരാളിനോട് ചോദിച്ചാൽ കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കൃത്യമായിട്ട് മടക്കി കൊടുക്കണമെന്ന് മാത്രം. ആരാ മോളെ അത്? പ്രഭാകരൻ്റെ ജിജ്ഞാസ. സുഖദേവ് സാറ് ഉത്തരം നൽകിയത് ആദ്യമാണ്. നമ്മളങ്ങനെ ചോദിക്കുന്നത് മോശമല്ലേ? പത്മത്തിന് അത്ര തൃപ്തി തോന്നിയില്ല. സാറ് നല്ലവനാ, പറ്റിയാൽ നമ്മളെ സഹായിക്കും. പ്രഭാകരൻ കണക്കുകൂട്ടി. തൽക്കാലത്തേക്ക് ബാങ്കിൽ കുറച്ച് പണമടച്ചാൽ ജപ്തി ഒഴിവാക്കും. പിന്നെ സൂക്ഷിച്ചും കണ്ടും ചെലവാക്കിയാൽ രൂപ തിരിച്ചു കൊടുക്കാം. കുറേ കോഴികളെ കൂടി അവിടെ വളർത്താം. ദിവസം 10-200 രൂപയുടെ മുട്ടയെങ്കിലും കിട്ടും. അയാൾ ഭാര്യയെ ശ്രദ്ധിച്ചു. പത്മ മറുപടി പറയും മുമ്പ് തന്മയെ പറഞ്ഞു. ഞാൻ സാറിനോട് നാളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയാം. പിറ്റേന്ന് രാവിലെ തൻ്റെ ബുള്ളറ്റ് ബൈക്കിൽ മറയൂരിൽ നിന്ന് സ്കൂളിലേക്ക് വരികയായിരുന്നു സുഖദേവ്. റോഡിനിരുവശത്തും പൂത്തു തുടങ്ങിയ കരിമ്പിൻ പാടങ്ങൾ. ബൈക്ക് ഇറക്കമിറങ്ങി തെങ്കാശിനാഥൻ ക്ഷേത്രത്തോട് അടുക്കാറായി. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദി പാമ്പാറാണ്. ബൈക്ക് അതിന് കുറുകെയുള്ള പാലത്തിലേക്ക് കയറി വളവ് തിരിഞ്ഞു. മുന്നിൽ വീണ്ടും കോവിൽക്കടവിലേക്കുള്ള തിരിവ്. റോഡിലൂടെ യൂണിഫോം ധരിച്ച UP സ്കൂൾ ക്ലാസ്സുകളിലെ കുറേ കുട്ടികൾ സൈക്കിളിൽ പോകുന്നുണ്ട്. വല്ലീശ്വരം സ്കൂളിലെ കുട്ടികൾ. പെട്ടെന്നൊരു ജീപ്പ് സുഖദേവൻ്റെ ബൈക്കിനെ ഓവർടേക്ക് ചെയ്തു. അത് മുന്നിലെ വളവിലെത്തിയതും എതിർദിശയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു ടിപ്പർ ലോറി പാഞ്ഞെത്തി. കുട്ടികൾ പായുന്ന റോഡിൻ്റെ വലതുവശത്തേക്ക് സൈക്കിൾ വെട്ടിച്ചു. പിന്നെ കേൾക്കുന്നത് കൂട്ടക്കരച്ചിലും ലോറി ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഭീകര ഒച്ചയും. സുഖദേവ് വിറച്ചുകൊണ്ട് ബൈക്കിൻ്റെയും ബ്രേക്ക് അമർത്തി. കാലുകൾ നിലത്തമർത്തിക്കൊണ്ട് സുഖദേവ് ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കിയടച്ചു. മുന്നിലെ കാഴ്ച കാണാനുള്ള കരുത്തില്ലാത്തതുപോലെ. അടുത്ത നിമിഷം ആളുകളുടെ ബഹളം. സുഖദേവ് കണ്ണുകൾ തുറന്നു. മുട്ടിയില്ല എന്ന ഭാവത്തിൽ നിൽക്കുന്ന ടിപ്പർ ലോറിയും ജീപ്പും. ലോറിക്കപ്പുറം റോഡിൽ വീണ് കിടക്കുന്ന കുട്ടികൾ, സൈക്കിളിൽ സഹിതം. കുട്ടികൾ നിലവിളിക്കുന്നുണ്ട്. ലോറി ഡ്രൈവർ കുട്ടികളെ ചീത്ത വിളിച്ചുകൊണ്ട് വാഹനം മുന്നോട്ടെടുക്കാൻ ഭാവിക്കുകയാണ്. സുഖദേവ് പെട്ടെന്ന് ബുള്ളറ്റ് ബൈക്ക് വെട്ടിത്തിരിച്ച് ലോറിക്ക് മുന്നിൽ കുറുകെ നിർത്തി. അതിനിടെ മിന്നായം പോലെ അയാൾ ലോറിക്ക് മുകളിലെ പേര് കണ്ടു. വല്ലീശ്വരം. സ്കൂൾ മാനേജർ വല്ലീശ്വരൻ ധർമ്മരാജൻ്റെ ലോറി. അതൊന്നും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള നേരമുണ്ടായിരുന്നില്ല സുഖദേവിന്. തൻ്റെ വിദ്യാർത്ഥികൾ, അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? സുഖദേവ് വേഗം കുട്ടികളുടെ അടുത്തേക്ക് ഓടി. ഓടിയെത്തിയ നാട്ടുകാർ അപ്പോഴേക്കും കുട്ടികളെ എഴുന്നേൽപ്പിച്ചു തുടങ്ങിയിരുന്നു. സുഖദേവും അവരെ പിടിച്ചുപൊക്കി. ആർക്കും കാര്യമായ അപകടം പറ്റിയിട്ടില്ലെന്ന് ബോധ്യമായി. ഒരു കുട്ടിയുടെ സൈക്കിളിൻ്റെ പിൻചക്രം ലോറിയുടെ മുന്നിലെ വീലിനടിയിലായിരുന്നു. പെട്ടെന്ന് സൈക്കിൾ വെട്ടിച്ചു മാറ്റിയപ്പോൾ പരസ്പരം കൂട്ടിയിടിച്ചു വീണതാണെന്ന് ഉറപ്പായി. പെട്ടെന്ന് ലോറി ഡ്രൈവർ ഹോൺ നീട്ടിയടിച്ചു. വണ്ടി എടുത്ത് മാറ്റടാ. സുഖദേവ് രോഷത്തോടെ അയാൾക്ക് നേരെ തിരിഞ്ഞു. ഇത്ര ധൃതിപ്പെട്ട് താൻ എവിടെ പോവുകയാ? ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഈ സൈക്കിളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് പോയാൽ മതി. ഡ്രൈവറുടെ മുഖം ചുവന്നു. അയാളും ക്ലീനറും ചാടിയിറങ്ങി. എടാ വാദ്യരെ, സ്കൂളിനകത്തെ കാര്യം നോക്കിയാൽ മതി താൻ. പിള്ളേരെ ആദ്യം അവർ സഞ്ചരിക്കേണ്ടത് ഏതു ഭാഗത്തു കൂടിയാണെന്ന് പഠിപ്പിക്കേ.
അപ്പോഴേക്കും ജീപ്പ് ഡ്രൈവറും അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സും ഇറങ്ങി വന്നു. ഈ പിള്ളേരിങ്ങനെ കൂട്ടമായിട്ട് സൈഡ് തെറ്റിച്ചു വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? ജീപ്പ് ഡ്രൈവറുടെ പരാതി. സാരമില്ല സുഹൃത്തെ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ 2 വണ്ടിക്കാരും അമിത വേഗത്തിലായിരുന്നു, അതും വളവിന് വെച്ച്. അതാ കുട്ടികൾ പകച്ചുപോയത്. ജീപ്പ് ഡ്രൈവർക്ക് അത് മനസ്സിലായി. പക്ഷേ ലോറി ഡ്രൈവർ ചൂടായി. വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് താൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട. വേണമെങ്കിൽ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്. അയാളുടെ സംസാരവും ധിക്കാരവും ഒന്നും ആദ്യം മുതലേ സുഖദേവന് ഒട്ടും പിടിച്ചിരുന്നില്ല. പക്ഷേ കുട്ടികളുടെ മുന്നിൽ വെച്ച് തൻ്റെ ഭാഗത്തുനിന്ന് അഹിതമൊന്നും ഉണ്ടാകരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എങ്കിലും ഡ്രൈവറുടെ ഇപ്പോഴത്തെ സംസാരം കേട്ടപ്പോൾ സുഖദേവന് ദേഷ്യം വന്നു. അങ്ങനെ തോന്നുന്നത് പോലെ വണ്ടിയോടിക്കാൻ ആർക്കും കഴിയില്ല. രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെയും ടിപ്പർ ലോറികൾക്ക് വിലക്കുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? ഓ പിന്നെ, അയാൾ പുച്ഛത്തോടെ ചിറികൂട്ടി. നിയമത്തിൽ അങ്ങനെ പലതുമുണ്ടാകും. താൻ ബൈക്ക് മാറ്റുന്നോ അതോ ഞാനെടുത്ത് ഓടയിൽ കളയണോ? സുഖദേവന് ആകെ പെരുത്തു കയറി. കുട്ടികളാണെങ്കിൽ ഇനിയും വിട്ടുമാറാത്ത ഭയത്തോടെ നിൽക്കുകയാണ്. തൽക്കാലം ബൈക്ക് മാറ്റാൻ പറ്റില്ല. ഈ സൈക്കിളിൻ്റെ കാര്യത്തിൽ താൻ ഉത്തരവാദിത്തം ഏൽക്കണം. ലോറി ചക്രത്തിനിടയിൽ കിടക്കുന്ന സൈക്കിളിനടുത്തേക്ക് സുഖദേവ് കൈ ചൂണ്ടി. ഉത്തരവാദിത്തമൊക്കെ ഞങ്ങളുടെ മുതലാളി നോക്കിക്കോളും, താൻ ചെല്ല്, അയാൾ പരിഹസിച്ച് ചിരിച്ചു. സുഖദേവ് പെട്ടെന്ന് സെൽഫോൺ എടുത്ത് മറയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. 2 കിലോമീറ്റർ അകലെയുള്ള സ്റ്റേഷനിൽ നിന്ന് ജീപ്പിൽ ഒരു SIയും 2 പോലീസുകാരും എത്തി. സുഖദേവ് അവരോട് കാര്യം വിശദീകരിച്ചു. സാറേ, ഇത് വല്ലീശ്വരൻ ധർമ്മരാജ് സാറിൻ്റെ ടിപ്പറാ, ഡ്രൈവർ ഓർമ്മപ്പെടുത്തി. അപ്പോഴേക്കും വാർത്തയറിഞ്ഞ് സ്കൂളിൽ നിന്ന് കുട്ടികൾ കൂട്ടമായി എത്തി. രംഗം വഷളാക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നി. ഡ്രൈവറുടെ വാദങ്ങളൊന്നും വിലപ്പോയില്ല. നിരോധിത സമയത്ത് ടിപ്പർ ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് ഡ്രൈവറെയും ലോറിയെയും അവർ കസ്റ്റഡിയിലെടുത്തു. 6 പൂളികളോടെ വിദ്യാർത്ഥികൾ ആ തീരുമാനം അംഗീകരിച്ചു. സുഖദേവ് ലോറിക്ക് മുന്നിൽ നിന്ന് ബൈക്ക് മാറ്റി. ലോറിയും പോലീസ് ജീപ്പും പോയി. വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയച്ചിട്ട് സുഖദേവും പിന്നാലെ ചെന്നു. 2ാം ദിവസത്തെ കലോത്സവം ആരംഭിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു. ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികൾ തിങ്ങി നിറഞ്ഞു. സ്റ്റേജിന് മുന്നിൽ തറയിൽ നിന്നുകൊണ്ട് സുഖദേവ് മൈക്രോഫോൺ എടുത്ത് വിദ്യാർത്ഥികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. ഇനി ഞാൻ പറയുന്ന കാര്യം UP തലത്തിലുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സൈക്കിളിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ പാലിച്ചേ തീരൂ. അശ്രദ്ധയും അറിവില്ലായ്മയാണ് ഇപ്പോൾ നടന്നുപോലെയുള്ള പല അപകടങ്ങൾക്കും കാരണം. ഇന്ന് നമ്മുടെ ഭാഗ്യത്തിന് കുട്ടികൾ രക്ഷപ്പെട്ടെന്നേയുള്ളൂ. സൈക്കിൾ ചവിട്ടാൻ പഠിച്ച് അതിൽ സഞ്ചരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം. പക്ഷേ റോഡ് നിയമങ്ങൾ പലതും പാലിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല. ഇടതുവശം ചേർന്ന് മാത്രമേ സൈക്കിൾ ഓടിക്കാവൂ, അതും ഒരു നിരയായിട്ട്. 2-3 പേർ സംസാരിച്ചുകൊണ്ട് നിരന്ന സൈക്കിളിൽ യാത്ര ചെയ്യരുത്, മനസ്സിലായോ? ആയി, കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു. സുഖദേവിൻ്റെ സംസാരം കേട്ട് ചില അധ്യാപകർ പുച്ഛത്തോടെ ചിരിച്ചു. കലോത്സവം തുടങ്ങി. മിക്ക ഇനങ്ങളിലും 10ഓളം മത്സരങ്ങൾ. വല്ലീശ്വരം സ്കൂളിലെ അധ്യാപകർ തന്നെ ജഡ്ജ് ചെയ്താൽ പാർഷ്യാലിറ്റി എന്ന പഴി വന്നേക്കുമെന്ന് കരുതി പുറത്തുനിന്നാണ് സുഖദേവ് ജഡ്ജസിനെ വരുത്തിയിരുന്നത്. ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ. 1-2 സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാൻ ജഡ്ജസിന് യത്നിക്കേണ്ടി വന്നു. അവസാന ന്യൂനതകൾ സസൂക്ഷ്മം നിരീക്ഷിച്ചായിരുന്നു വിധി നിർണയം. ഓരോ മത്സരവും അവസാനിക്കുമ്പോൾ വിധികർത്താക്കൾ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ഓരോ മത്സരാർത്ഥിയുടെയും പോരായ്മ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവസാനം കോൽക്കളി മത്സരത്തിൽ കാര്യങ്ങൾ പിഴച്ചു. PTA പ്രസിഡന്റിൻ്റെ മകൻ കലേഷും തോട്ടൻ രാജശേഖരൻ്റെ മകൻ അഭിജിത്തും മത്സരിച്ച ഗ്രൂപ്പ് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അതോടെ അവർ ബഹളം വെച്ചു. വിധികർത്താക്കളെ പുലഭ്യം പറഞ്ഞു. പിന്നീട് നടന്ന ഇനങ്ങളൊക്കെ കൂവി വഷളാക്കി. സുഖദേവിൻ്റെയും മറ്റ് അധ്യാപകരുടെയും ഇടപെടലൊന്നും വേണ്ടത്ര ഫലിച്ചില്ല. സാർ, ഹൈസ്കൂളിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾ ഹയർ സെക്കൻഡറിക്കാരാ. സുഖദേവിനെ നേർക്ക് കൈ ചൂണ്ടി കലേഷ് വിളിച്ചലറി. പ്രിൻസിപ്പൽ പെട്ടെന്ന് ഇടപെട്ടു. ഒരു വ്യവസ്ഥയിൽ തൽക്കാലം അടക്കി. കോൽക്കളിയുടെ ഫലപ്രഖ്യാപനം തൽക്കാലം മരവിപ്പിച്ചു. അന്നത്തെ മത്സരങ്ങളും അവസാനിപ്പിച്ചു. കലേഷും അഭിജിത്തും മറ്റും പരിഹാസഭാവത്തിൽ നോക്കുന്നത് കണ്ടിട്ടും സുഖദേവ് പ്രതികരിച്ചില്ല. തൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ ഡോക്ടർ കലാധരൻ മകൻ്റെ പക്ഷം ചേർന്ന് തനിക്കെതിരെ തിരിയുമെന്ന് അയാൾക്കറിയാം. കലാധരൻ്റെ ഈ രീതി മകൻ്റെ ഭാവിക്ക് ദോഷം ചെയ്യുമെന്ന് സുഖദേവിന് ഉറപ്പായിരുന്നു. സുഖദേവ് മെല്ലെ പുറത്തേക്ക് നടന്നു. വിജയ് ബാബുവും അഭിലാഷ് സാറുമൊക്കെ എന്തൊക്കെയോ സംസാരിച്ചെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. ബാഗ് തോളിൽ തൂക്കി ബൈക്കിൽ കയറാൻ ഭാവിച്ച സുഖദേവ് പെട്ടെന്ന് നിന്നു. ബൈക്കിൻ്റെ വീലുകളിലേക്ക് അയാൾ തുറച്ചു നോക്കി. 2 ടയറുകളും കാറ്റില്ലാതെ തറയിൽ അമർന്നിരിക്കുന്നു. അത് കലേഷിൻ്റെയും സംഘത്തിൻ്റെയും പ്രതികാരമാണെന്ന് അയാൾക്ക് ബോധ്യമായി. കലോത്സവം 3ാം ദിവസം. ആദ്യ ദിനം ഉച്ചവരെ മത്സരങ്ങൾ നടത്താൻ കഴിയാത്തതിനാലാണ് 3ാം ദിവസത്തേക്ക് കൂടി നീണ്ടത്. 11 മണിയോടെ ഹയർ സെക്കൻഡറിയിലെ ചില ടീച്ചേഴ്സ് സുഖദേവിൻ്റെ അരികിൽ ഓടിയെത്തി. സാറൊന്ന് വന്നേ, വിദ്യ ടീച്ചറാണ് പറഞ്ഞത്. എന്താ ടീച്ചറെ? സുഖദേവിനെ പന്തിക്കേട് തോന്നി. ആ കലേഷും അഭിജിത്തുമൊക്കെ മുകളിലെ മുറിയിൽ കിടന്ന് ബഹളം വയ്ക്കുന്നു. വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ദാ വരുന്നു. സുഖദേവ് വിജയ് ബാബുവിനെയും അഭിലാഷിനെയും കൂട്ടിക്കൊണ്ട് 2ാം നിലയിലേക്ക് പോയി. ഈ വിവരം മറ്റു വിദ്യാർത്ഥികളൊന്നും അറിയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രിൻസിപ്പലിനെ കൂടി വിളിക്കേ.
പടികൾ കയറുന്നതിനിടയിൽ സുഖദേവ് നിർദ്ദേശിച്ചു. ഒരാൾ പ്രിൻസിപ്പലിനെ വിളിക്കാൻ പോയി. അടഞ്ഞുകിടന്നിരുന്ന ക്ലാസ് റൂമിന് മുന്നിൽ അധ്യാപകർ നിന്നു. ഡേയ്, വാതിൽ തുറക്ക്. സുഖദേവ് വാതിൽ പാളിയിൽ തട്ടി വിളിച്ചു. അതാരും ശ്രദ്ധിച്ചില്ല. ബഹളം തുടരുകയാണ്. മൈക്കിൻ്റെ ഒച്ചയുള്ളതിനാൽ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവർ കേൾക്കുന്നില്ലെന്ന് മാത്രം. റൂമിൽ നിന്ന് ഇടയ്ക്ക് അസഭ്യവർഷങ്ങളുമുണ്ട്. തുറക്കാനിലിട പറഞ്ഞത്. സുഖദേവിന് ദേഷ്യമായി. അയാൾ കുറെ കൂടി ശക്തിയിൽ വാതിലിൽ തട്ടി. പ്രിൻസിപ്പലും ഹെഡ് മിസ്ട്രസും അയാൾക്ക് പിന്നിലെത്തി. 4-5 തവണ കൂടി വാതിലിൽ തട്ടിക്കഴിഞ്ഞപ്പോൾ ലോക്ക് എടുക്കപ്പെട്ടു. സുഖദേവ് പെട്ടെന്ന് സെൽഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ മോഡിലാക്കി. എല്ലാം അതിൽ പതിയത്തക്ക വിധത്തിൽ ഷർട്ടിൻ്റെ പോക്കറ്റിൽ അല്പം ഉയർത്തിവെച്ചു. പിന്നെ വാതിൽ പാളി തള്ളി തുറന്നു. ഛേ! ലേഡി ടീച്ചേഴ്സ് പെട്ടെന്ന് മൂക്കുപൊത്തി. മുറിയിൽ നിന്ന് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം. വാതിൽ തുറന്ന അഭിജിത്ത് പാതിയടഞ്ഞ കണ്ണുകളോടെ അധ്യാപകരെ നോക്കി. എന്താ സാറേ? കുഴഞ്ഞ ശബ്ദം. എടാ! അവനെ തള്ളിക്കൊണ്ട് സുഖദേവ് അകത്ത് കടന്നു. പിന്നാലെ പ്രിൻസിപ്പൽ ബാബുരാജും അഭിലാഷ് സാറും വിജയബാബുവും. ലേഡീസ് ടീച്ചേഴ്സ് പുറത്തു നിന്നതേയുള്ളൂ. മുറിയിൽ കയറിയ അധ്യാപകർ അമ്പരന്ന് പോയി. കോൽക്കളി മത്സരത്തിലുണ്ടായിരുന്ന സകലരുമുണ്ട് അവിടെ. എല്ലാവരും മദ്യലഹരിയിൽ. ഒരു ഡെസ്കിന് മീതെ 2 മദ്യക്കുപ്പികളും കോളയുടെ ബോട്ടിലും 2 ഗ്ലാസുകളും. കലേഷ് ബെഞ്ചിൽ കമിഴ്ന്നു കിടന്ന് ഒരു വശത്തേക്ക് ഛർദ്ദിക്കുകയാണ്. അതിനിടെ അവൻ കൂട്ടുകാരെ പച്ചത്തെറിയും വിളിക്കുന്നു. അധ്യാപകരെ കണ്ടതിൻ്റെ യാതൊരു ഭാവവും ആർക്കുമില്ല. എന്തു ചെയ്യും സാറേ? പ്രിൻസിപ്പൽ സുഖദേവിനെ നോക്കി. ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സാറേ ഇത്തരമൊരു അനുഭവം. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. എല്ലാം കാണണം. ഇവൻ്റെയൊക്കെ തന്തയെ തള്ളേ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് പിന്നീട് അവർ പറയും. നിങ്ങൾ വാ. ഫോണിലെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുറപ്പിച്ചിട്ട് സുഖദേവ് മറ്റുള്ളവരെ കൂട്ടി പുറത്തിറങ്ങി. വാതിൽപ്പാളികൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. എല്ലാവരുടെയും വീട്ടിലേക്ക് വിളിക്ക് സാറേ. പെട്ടെന്ന് അഭിലാഷ് സാർ തിരക്കി. അത് വേണോ സാറേ? പുറത്തിറങ്ങിയാൽ നാണക്കേട് സ്കൂളിനും കൂടിയാ. അതുകൊണ്ട് മാനേജരോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട്. സാർ ഇതെന്ത് വർത്തമാനമാണ് പറയുന്നേ? ഇതൊക്കെ മാനേജർ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ആരെയും അറിയിക്കാതെ ഇവന്മാരെ നമ്മൾ പുറത്തുവിട്ടെന്നിരിക്കട്ടെ. നാട്ടുകാർ മുഴുവൻ കാണത്തില്ലേ ഇവന്മാരുടെ കോപ്രായങ്ങൾ? അതാണോ നല്ലത്? വീട്ടുകാരെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം പറഞ്ഞു വിടുന്നതാണോ? അഭിലാഷിന് ഉത്തരം മുട്ടി. സുഖദേവ് ബാബുരാജിനെ നോക്കി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ പ്രിൻസിപ്പലിൻ്റെ ഇഷ്ടം. കുറ്റം മുഴുവൻ തൻ്റെ മേലാകുമെന്ന് പ്രിൻസിപ്പലിന് തോന്നി. ക്ലാസ് ടീച്ചേഴ്സിനോട് ആ സംഘത്തിലെ എല്ലാവരുടെയും വീട്ടിലെ ഫോൺ നമ്പറുകൾ കൊണ്ടുവരാൻ അയാൾ ആവശ്യപ്പെട്ടു. ശേഷം എല്ലാ രക്ഷാകർത്താക്കളെയും വിളിച്ച് വിവരം പറഞ്ഞു. ഓഡിറ്റോറിയത്തിൽ മത്സരങ്ങൾ അവസാനിക്കാറായിരുന്നു. ആദ്യമെത്തിയത് PTA പ്രസിഡന്റ് ഡോക്ടർ കലാധരൻ്റെ കാറാണ്. അതിനു പിന്നാലെ രാജശേഖരൻ്റെ. 10 മിനിറ്റുകൾക്കുള്ളിൽ ബാക്കിയുള്ളവരും എത്തി. എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എല്ലാ മുഖങ്ങളിലും ആകാംക്ഷ. പ്രിൻസിപ്പൽ സുഖദേവിനെ നോക്കി. കാര്യം പറയാൻ എന്ന ഭാവത്തിൽ സുഖദേവ് വെളിപ്പെടുത്തി. സ്കൂളിൽ നിരക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മക്കളിൽ നിന്നും ഉണ്ടായി. കാര്യം കേട്ട് കഴിഞ്ഞതും ഡോക്ടർ കലാധരൻ നിഷേധിച്ചു. ഇല്ല, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മറ്റാരോ അവനെ ചതിച്ചതാവും. തോട്ടൻ രാജൻ എന്ന രാജശേഖരനും അതുതന്നെ പറഞ്ഞു. എൻ്റെ മകൻ മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കത്തില്ല സാറേ. നിങ്ങൾക്ക് അവനോട് ഉള്ളിൽ പകയുണ്ടെന്ന് എനിക്കറിയാം. അത് വീട്ടാനുള്ള വേദിയാക്കരുത് സ്കൂൾ. സുഖദേവ് ഒന്ന് ചിരിച്ചു നിന്ദിക്കുന്ന ഭാവത്തിൽ. മിസ്റ്റർ രാജശേഖരൻ, ഒരു അധ്യാപകന് എന്തിനു തൻ്റെ വിദ്യാർത്ഥികളോട് പകയുണ്ടാവണം? അങ്ങനെയുണ്ടാവാൻ ഇത് കന്നുകാലി കച്ചവട ചന്തയല്ലല്ലോ. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഏറ്റവും കഴിവുള്ളവരും മറ്റുള്ളവർക്ക് മാതൃകയും ആകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അയാളുടെ വാക്കുകൾ തോട്ടൻ രാജൻ അവഗണിച്ചു. ബാക്കി രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി വാദിച്ചു. അവസാനം സുഖദേവ് പറഞ്ഞു. ഇവിടെ എങ്ങനെ തർക്കിച്ചു നിന്നിട്ട് കാര്യമില്ല. വരൂ, നേരിൽ കാണിക്കാം. രക്ഷിതാക്കളും അധ്യാപകരും 2ാം നിലയിലെത്തി. സുഖദേവ് തന്നെ വാതിൽ തുറന്നു. മദ്യത്തിൻ്റെ ഗന്ധവും അകത്തെ കാഴ്ചയും കണ്ട് രക്ഷിതാക്കൾ സ്തബ്ധരായി. സുഖദേവിൻ്റെ വാക്കുകൾ അവരെ പിടിച്ചുലച്ചു. ഇനി പറയൂ, നിങ്ങളുടെ മക്കൾ മദ്യപിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊണ്ടുപോയി മെഡിക്കൽ ടെസ്റ്റ് എടുക്കാം. മദ്യപിച്ചിട്ടില്ലെന്നാണ് ഡോക്ടറുടെ മൊഴിയെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുകയും എൻ്റെ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തോളാം. ഇന്നത്തോടെ. ആർക്കും മറുപടിയില്ല. സുഖദേവ് ഡോക്ടർ കലാധരന് നേരെ തിരിഞ്ഞു. താങ്കൾ പറഞ്ഞല്ലോ മകനെ മറ്റാരോ ചതിച്ചതാണെന്ന്. ഈ റൂമിലിപ്പോൾ 9 പേരുണ്ട്. എല്ലാവരും മദ്യപിച്ചിട്ടുമുണ്ട്. ഇതിലാരെ ചതിക്കാനാണ്? കലാധരൻ എന്തോ പറയാൻ ഭാവിക്കുമ്പോൾ വല്ലവിധേനയും തലയുയർത്തിയ കലേഷ് അയാളെ കണ്ടു. ഹായ് പപ്പ. അവൻ കൈയുയർത്താൻ ശ്രമിച്ചു. കലാധരൻ പകയോടെ അവൻ്റെ നേരെ പാഞ്ഞെടുത്തു. എന്നിട്ട് ഷർട്ടിൽ പിടിച്ച് വലിച്ചുയർത്തി കവിളടക്കം ഒറ്റയടി. പറയടാ, ആരാ നിനക്ക് മദ്യം തന്നത്? കഴുത്തൊടിയും പോലെ അവൻ്റെ തല മുന്നോട്ട് വളഞ്ഞു. അതിനിടെ വാക്കുകൾ ചിതറി വീണു. പപ്പയുടെ അലമാരേന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാ. ഡോക്ടർ കലാധരൻ വിളറിപ്പോയി. മറ്റുള്ളവരുടെ മുന്നിൽ താൻ കടുകുമണിയോളം ചെറുതാകുന്നതായി അയാൾക്ക് തോന്നി. കള്ളം പറയുന്നോടാ. അയാൾ വീണ്ടും അവനെ അടിക്കാനായി കയ്യോങ്ങി. പക്ഷേ സുഖദേവ് പെട്ടെന്ന് ഇടയ്ക്ക് കയറി. സോറി ഡോക്ടർ, ഇത് നിങ്ങളുടെ മകൻ തന്നെ ശരിയാണ്. പക്ഷേ സ്കൂളിൽ വെച്ച് അവനെ തല്ലരുത്. നിങ്ങൾക്ക് ശിക്ഷിക്കാം. അത് പക്ഷേ ഇവിടെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാകരുത്. വീട്ടിൽ വെച്ചാവാം.
തല്ലാനുയർത്തിയ ഡോക്ടറുടെ കൈ അറിയാതെ താണു. അപ്പോൾ കലോത്സവം അവസാനിച്ചു. വാർത്ത എങ്ങനെയോ ലീക്കായി. വിദ്യാർത്ഥികൾ 2ാം നിലയിലേക്ക് ഇരച്ചു കയറി വന്നു. മുറിക്കുള്ളിലെ രംഗം കണ്ടു. നിങ്ങൾ എത്രയും വേഗം ഇവരെ കൊണ്ടുപോകൂ. പറഞ്ഞത് പ്രിൻസിപ്പലാണ്. വീട്ടിൽ ചെല്ലട്ടറാ, തരുന്നുണ്ട്. കുട്ടികളുടെ കൂക്കുവിളികൾക്കിടയിലൂടെ രക്ഷിതാക്കൾ അവരെ കൊണ്ടുപോയി. കലേഷും അഭിജിത്തിനും അടങ്ങുന്ന വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ വാഹനങ്ങളിൽ കയറ്റി. അവർ ഗേറ്റ് കടന്നു പോകുന്നതുവരെ കൂക്കുവിളികൾ തുടർന്നു. കൊച്ചുകുട്ടികൾ ഗേറ്റ് വരെ വാഹനങ്ങൾക്ക് പിന്നാലെ ഓടുകയും ചെയ്തു. ഏയ്, ഇവിടെ വരീൻ! സുഖദേവ് അവരെ തിരിച്ചു വിളിച്ചു. അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ സ്കൂൾ വിട്ടു. ഇനി എന്തൊക്കെയായി തീരുമോ കാര്യങ്ങൾ? അഭിലാഷ് സാർ പിറുപിറുത്തു. എന്താകാനാ സാറേ? രക്ഷിതാക്കൾക്ക് കാര്യം ബോധ്യമായി കഴിഞ്ഞല്ലോ. വിജയ് ബാബു സാർ അയാളെ നോക്കി. കുടിച്ചു കൂത്താടിയ കുട്ടികളെ നമ്മൾ പിന്നെ എന്തു ചെയ്യാനാ? അഭിലാഷ് മറുപടി പറഞ്ഞില്ല. കാര്യങ്ങൾ തനിക്കെതിരെ തിരിഞ്ഞേക്കും എന്നൊരു സംശയം സുഖദേവനും ഉണ്ടായിരുന്നു. സെൽഫോണിലെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുള്ളത് മാത്രമാണ് ഒരു ബലം. പ്രിൻസിപ്പലിനോടും ഹെഡ് മിസ്ട്രസിനോടും കുറച്ചുനേരം സംസാരിച്ചിരുന്നിട്ട് അയാൾ ബൈക്കിൽ കയറാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴാണ് തന്മയയും ആദിയും കൂടി അടുത്തെത്തിയത്. അയാൾ അവരെ നോക്കി ചിരിച്ചു. കൺഗ്രാറ്റുലേഷൻസ് തന്മയ, ഇത്തവണയും വാട്ടർ കളർ മത്സരത്തിൽ ഫസ്റ്റും എ ഗ്രേഡും ഉണ്ടല്ലോ. സബ് ജില്ലയിലും റവന്യൂ ജില്ലയിലും സ്റ്റേറ്റിലും ഈ വിജയം ആവർത്തിക്കണം കേട്ടോ. ശ്രമിക്കാം സാർ, താങ്ക് യു. എന്തോ പറയാനുണ്ടെന്ന ഭാവത്തിൽ അവൾ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ തിരക്കി. എന്താടോ? ആ കലേഷും അഭിജിത്തുമൊക്കെ വല്ലാത്ത കൂട്ടരാ, സാറ് സൂക്ഷിക്കണം. സുഖദേവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ആനക്കോട്ടപ്പാറയിൽ നിന്ന് മഞ്ഞ് സാവധാനം താഴ്വരയിലേക്ക് വ്യാപിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് അയാൾ പറഞ്ഞു. നിങ്ങൾ വിട്ടോ, ഇന്ന് നേരത്തെ മഞ്ഞ് വ്യാപിക്കാനിടയുണ്ട്. എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട. ഞാനും ഈ മറയൂരുകാരൻ തന്നെയല്ലേ. മാത്രമല്ല അവരിവിടുത്തെ വിദ്യാർത്ഥികളല്ലേ. ബോധം വീഴുമ്പോൾ തെറ്റ് ബോധ്യപ്പെട്ടോളും. തന്മയെ തലയാട്ടി. സാറിന് അവിടെ വീട്ടിലേക്കൊന്ന് വരുമോ? എന്താ വിശേഷം? അയാൾക്ക് അത്ഭുതം തോന്നി. അതൊക്കെ അച്ഛനും അമ്മയും പറയും. സുഖദേവ് ഒരു നിമിഷം ചിന്തിച്ചു. ശരി, വീട്ടിൽ പോയി ഒന്ന് കുളിച്ചിട്ട് അങ്ങ് എത്തിക്കോളാം. ശരി സാർ. കുട്ടികൾ പോയി. സുഖദേവ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വട്ടവട കുന്നിൻ മുകളിലായിരുന്നു വല്ലീശ്വരൻ ധർമ്മരാജൻ്റെ വീട്. 2 നിലകളിൽ തീർത്ത കൊട്ടാരം എന്ന് പറയാം. 1 ഏക്കറിന് ചുറ്റും കനത്ത മതിൽക്കെട്ട്, വിശാലമായ പച്ച പുൽത്തകിടി, അങ്ങിങ്ങ് ആപ്പിളിൻ്റെയും സപ്പോട്ടയുടെയും മരമുന്തിരിയുടെയും ചെടികൾ. അവയ്ക്ക് ചുറ്റും ചെറിയ കൽക്കെട്ടിൽ രക്തവർണ്ണമാർന്ന റോസാപ്പൂക്കളുമായി വിവിധതരം റോസാ ചെടികൾ. ചുവപ്പിന് ഇത്രയും വെറൈറ്റി ഉണ്ടെന്ന് ധർമ്മരാജൻ്റെ വീട്ടിലെത്തുമ്പോഴേ അറിയൂ. ലോണിൽ സിമൻറ്റിൽ തീർത്ത വെള്ള പെയിൻ്റ് അടിച്ച സെറ്റുകളുണ്ട്. അവയിലൊന്നിൽ അയാളും ഉണ്ടായിരുന്നു. മുന്നിൽ വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മദ്യപിച്ചതിന് പിടിച്ച വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ. അവർ പറഞ്ഞത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടു വല്ലീശ്വരൻ ധർമ്മരാജൻ. പിന്നെ അയാൾ ചുണ്ടനക്കി. നിങ്ങളുടെ മക്കൾ കാണിച്ചത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരമാ. എൻ്റെ സ്കൂളിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായതിൻ്റെ നാണക്കേട് എനിക്കും കൂടിയാ. രക്ഷിതാക്കൾ പരസ്പരം നോക്കി. മതിൽക്കെട്ടിന് ചുറ്റും എത്തി നോക്കുന്നത് പോലെ മഞ്ഞ് പൊങ്ങിക്കൊണ്ടിരുന്നു. താഴ്വാരത്തെ വെളുത്തുള്ളി തോട്ടങ്ങളും ക്യാരറ്റ് തോട്ടങ്ങളുമൊക്കെ മഞ്ഞ് വിഴുങ്ങിയിരുന്നു. ഡോക്ടർ കലാധരൻ വിനയത്തോടെ അറിയിച്ചു. ധർമ്മരാജ് സാർ, ഞാൻ കുട്ടികളെ ന്യായീകരിക്കുകയില്ല. എന്നാലും അവരുടെ പ്രായം മനസ്സിലാക്കി ഇത്തവണ മാപ്പ് നൽകണം. ആ സുഖദേവ് അവർക്കെതിരെ നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. സുഖദേവിൻ്റെ പേര് കേട്ടതും ധർമ്മരാജിൻ്റെ മുഖം ചുവന്നു. അവനല്ല, ഞാനാ മാനേജർ. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒരു വിദ്യാർത്ഥിയുടെ അമ്മ അപ്പോഴേക്കും കരഞ്ഞു. അങ്ങേരെ ഈ വിവരങ്ങൾ അറിഞ്ഞാൽ തല്ലിക്കൊല്ലും. ഞാനാ അവനെ നശിപ്പിക്കുന്നതെന്നൊരു പരാതി ഇപ്പോൾ തന്നെയുണ്ട്. ധർമ്മരാജന് ചിരി വന്നു. ആ സ്ത്രീ തുടർന്നു. മറ്റാരും അറിയാതെ സുഖദേവ് സാറിന് ഈ പ്രശ്നം ഒതുക്കി തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മറ്റു കുട്ടികൾ പോയി കഴിഞ്ഞ് അവരെ പുറത്തു വിട്ടാൽ മതിയായിരുന്നു. ധർമ്മരാജ് ആ സ്ത്രീയെ അടിമുടിയൊന്ന് നോക്കി. 40 വയസ്സിലധികം കാണില്ല. വെളുത്തു കൊഴുത്ത ഒരു സുന്ദരി. ഞാനൊന്ന് ആലോചിക്കട്ടെ. പ്രിൻസിപ്പലിനെ വിളിച്ച് സംസാരിക്കട്ടെ ആദ്യം. ധർമ്മരാജ് അവരെ അങ്ങനെ പറഞ്ഞാൽ കാര്യം നടക്കുമെന്ന് ഉറപ്പാണ്. സന്തോഷത്തോടെ രക്ഷിതാക്കൾ എഴുന്നേറ്റു. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട്. ശരി. അവർ വാഹനങ്ങൾക്ക് നേരെ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ധർമ്മരാജ് വിളിച്ചു. ഡോക്ടറെ. കലാധരൻ തിരിഞ്ഞു നിന്നു. തനിക്ക് മദ്യക്കുപ്പിയൊക്കെ കുട്ടികൾ എടുക്കാത്ത ഭാഗത്തെങ്ങാനും വെച്ചുകൂടെ? കലാധരൻ വിളറിപ്പോയി. തോട്ടം രാജൻ എന്ന രാജശേഖരൻ പക്ഷേ ചിരിച്ചു. എടോ രാജശേഖര, തനിക്ക് തോട്ടം രാജൻ എന്ന പേര് തന്നെയാ നല്ലത്. മൈക്കിലൂടെ എന്തൊക്കെയോ താൻ വിളിച്ചു പോകുന്നത്. സ്വന്തം മക്കളുടെ കാര്യത്തിലെങ്കിലും അതൊന്ന് പ്രാവർത്തികമാക്കിക്കൂടെ? രാജശേഖരനും ചമ്മി. രക്ഷിതാക്കളുടെ വാഹനങ്ങൾ കുന്നിറങ്ങുമ്പോൾ എതിരെ ഒരു ടിപ്പർ ലോറി പാഞ്ഞു കയറി വന്നു. ഗേറ്റിന് മുന്നിലെ വീതിയേറിയ ഭാഗത്ത് അത് നിർത്തിയിട്ട് ഡ്രൈവർ ചാടിയിറങ്ങി. ശേഷം അതിവിനയത്തോടെ ധർമ്മരാജൻ്റെ മുന്നിലെത്തി. ലോറി കിട്ടി അല്ലേടാ? കിട്ടി മുതലാളി. കേസ്? ഒന്നുമില്ല. മുതലാളി വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം വിടുകയാണെന്ന് SI പറഞ്ഞു. ധർമ്മരാജ് കടുപ്പിച്ചൊന്ന് മൂളി. ലോറി എൻ്റേതാണെന്ന് കരുതി റോഡിലൂടെ പായുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടടാ. ഏതെങ്കിലും കുട്ടി ചത്തിരുന്നാലോ? ഡ്രൈവർ മൗനമായി നിന്നു. ആ പോ. പിന്നെ ആ സാറില്ലേ സുഖദേവ്, അവനൊരു എല്ല് കൂടുതലാ. മനസ്സിലായല്ലോ? ആയി മുതലാളി. എങ്കിൽ ചെല്ലേ.
ഓ, ഡ്രൈവർ തിരിഞ്ഞു നടന്നു. ധർമ്മരാജൻ്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി വിടർന്നു. ആ പാവത്തിനെ വെറുതെ വിട്ടുകൂടെ? ഒന്നുമില്ലെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ? പിന്നിൽ നിന്ന് ഭാര്യയുടെ ശബ്ദം കേട്ടെങ്കിലും ധർമ്മരാജ് തിരിഞ്ഞു നോക്കിയില്ല. ഒരു കപ്പ് കാപ്പി അവർ അയാൾക്ക് മുന്നിലെ സിമൻറ്റ് ടീപ്പോയിൽ കൊണ്ടുവച്ചു. അനിതയ്ക്ക് അടുക്കളയിൽ ജോലിയില്ലേ? അയാൾ തിരക്കി. ഉണ്ട്. എങ്കിൽ ചെല്ല്. സ്കൂളിൻ്റെ നാട്ടുകാരുടെയുമൊക്കെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇനി മിണ്ടിക്കൂടാ എന്ന് അനിതയ്ക്കറിയാം. ധർമ്മരാജ് കാപ്പിക്കപ്പെടുത്ത് ചുണ്ടോട് ചേർത്തു. കുണ്ടാക്കാട് സ്കൂളിൽ നിന്ന് തന്മയും ആദ്യയും വീട്ടിലെത്തി. പ്രഭാകരൻ ഫാമിലേക്ക് പോയിരിക്കുകയാണ്. വസ്ത്രം മാറിയിട്ട് തന്മയ അടുക്കളയിലേക്ക് ചെന്നു. പത്മ കുട്ടികൾക്ക് കഴിക്കാൻ ബ്രെഡ് പൊരിക്കുകയായിരുന്നു. അമ്മേ, ഇന്ന് സുഖദേവ് സാർ ഇങ്ങോട്ട് വരും, ആഹ്ലാദത്തോടെ തന്മയ പറഞ്ഞു. നീ സാറിനോട് കാര്യം എന്താന്ന് പറഞ്ഞോ? പത്മ ബ്രെഡ് 2 പാത്രങ്ങളായി വെച്ചു. കാക്ക റാഞ്ചും പോലെ ആദ്യ ഒരു പാത്രം എടുത്തുകൊണ്ട് അരിപ്പെട്ടിക്ക് മുകളിൽ കയറിയിരുന്ന് കഴിക്കാൻ തുടങ്ങി. കൈയെങ്കിലും ഒന്ന് കഴുകിയച്ച് തിന്നടി, പത്മം ദേഷ്യപ്പെട്ടു. ഓ പിന്നെ, ഇന്ന് ഉച്ചയ്ക്കും കൈ കഴുകിയതാ ഞാൻ. അമ്മ കാപ്പി കൂടി ഇങ്ങോട്ട് താ. അവൾ ഒരു പ്രത്യേക ഭാവത്തിൽ തലയാട്ടി. പത്മം കാപ്പി തണുപ്പിച്ച് ഗ്ലാസ്സിൽ പകർന്നു കൊടുത്തു. ഞാൻ സാറിനോടൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് കഴിയുമ്പം അമ്മയോ അച്ഛനോ പറഞ്ഞാൽ മതി. തന്മയ വേഗം ബ്രെഡും കാപ്പിയും കഴിച്ചിട്ട് മുറ്റത്തേക്കിറങ്ങി. അവിടെ കിടന്നിരുന്ന കരിയിലകളൊക്കെ തൂത്തുമാറ്റി. കോഴികൾക്ക് നേരത്തെ തീറ്റി കൊടുത്ത് അവയെ കൂട്ടിലാക്കി. എല്ലാം കണ്ടിരുന്ന കട്ടപ്പ അവളെ നോക്കി സ്നേഹത്തോടെ കുരയ്ക്കുകയും വാലാട്ടുകയും ചെയ്തു. കട്ടപ്പ, മര്യാദയ്ക്ക് കിടന്നോണം. നിന്നെ വിടാനുള്ള സമയമായിട്ടില്ല. കട്ടപ്പ കൂടിൻ്റെ സൈഡിലേക്ക് കാൽ ഉയർത്തി വെച്ച് ഒന്നുകൂടി കുരച്ചു. മുറ്റവും തിണ്ണയുമൊക്കെ വൃത്തിയായി എന്നുറപ്പാക്കിയിട്ട് തന്മയ കുളിക്കാൻ പോയി. ബാത്റൂമിന് മുന്നിലെത്തിയപ്പോൾ അതിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. അകത്തു നിന്ന് പാട്ട് കേൾക്കാം. ആദ്യമാണ്. 1.5 മണിക്കൂർ അയലോടി കയറിയിട്ട് നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങുന്നുണ്ടോ? തന്മയ ദേഷ്യപ്പെട്ടു. ഇപ്പോൾ ഇറങ്ങാൻ ചേച്ചി, ഒരു 2 മണിക്കൂർ കൂടി. ദേ, നീ കിലുക്കം സിനിമ കളിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങടി. അവൾ വാതിലിൽ ശക്തിയായി തട്ടി. ഇത്തിരി കഴിഞ്ഞപ്പോൾ പാട്ട് പാടിക്കൊണ്ട് തന്നെ ആദ്യ വാതിൽ തുറന്നു. സമയം 7 മണി. നല്ല മഞ്ഞുണ്ട്. പ്രഭാകരൻ ഫാമിൽ നിന്ന് മടങ്ങിയെത്തി. പശുക്കൾക്ക് കൊടുക്കാനുള്ള വൈക്കോൽ നാളത്തേക്ക് കൂടിയേ കാണൂ. കയ്യിലിരുന്ന കുറച്ച് കാരറ്റ് പത്മത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, നാളെ ലോറിക്കാർ വന്നേക്കും. പത്മം അത് പറഞ്ഞിട്ട് സുഖദേവ് സാർ വരുന്ന കാര്യം അറിയിച്ചു. പ്രഭാകരൻ തിണ്ണയിലിരുന്നു. എന്നിട്ട് തോളിൽ കിടന്ന തോർത്തെടുത്ത് കഴുത്തും മുഖവും തുറച്ചു. എനിക്കിപ്പോഴും ഒരു സംശയം. നമ്മൾ സാറിനോട് പണം ചോദിക്കുന്നത് മര്യാദയാണോടി? പത്മം ഭിത്തിച്ചാരി നിന്നു. നമുക്കിങ്ങനെ ഒരു അത്യാവശ്യം വന്നതുകൊണ്ടല്ലേ. മാത്രമല്ല തിരിച്ചു കൊടുക്കുകയും ചെയ്യുമല്ലോ. പ്രഭാകരൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ അയാളും വേഗം കുളിച്ച് വേഷം മാറിയിരുന്നു. സമയം 7:30. മഞ്ഞിനിടയിലൂടെ ഒരു ബൈക്കിൻ്റെ വെളിച്ചവും ഒപ്പം കാതടപ്പിക്കുന്ന ഒച്ചയും കേട്ടു. അകത്തുനിന്ന് തന്മയും ആദ്യം തിണ്ണയിലേക്ക് ഓടിയെത്തി. പത്മവും അവിടെ സന്നിഹിതയായി. ബുള്ളറ്റ് ബൈക്ക് മുറ്റത്ത് വന്നു നിന്നു. കട്ടപ്പ കുരയ്ക്കാൻ തുടങ്ങി. മിണ്ടാതിരിക്കടാ. തന്മയ കൂടിനടുത്തേക്ക് ചെന്ന് അവനെ ശാസിച്ചു. അതോടെ നായ്ക്കുര നിർത്തി. വർണ്ണ സാറേ, ഇരിക്കണം. പ്രഭാകരൻ സുഖദേവനെ ബഹുമാനത്തോടെ സ്വീകരിച്ചിരുത്തി. പിന്നെ കുശല പ്രശ്നങ്ങൾ, കുട്ടികളുടെ പഠിത്തക്കാര്യം. തന്മയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് സാറേ. പക്ഷേ ആദ്യ അവളെക്കുറിച്ചാണ് ഉൾക്കണ്ട, പ്രഭാകരൻ പറഞ്ഞു. ഏയ്, അതൊന്നും ശരിയല്ല. അവൾ കുട്ടിയല്ലേ, ശരിക്കും പഠിച്ചോളുമെന്നേ അല്ലേ ആദ്യേ? സുഖദേവ അവൾക്ക് നേരെ തിരിഞ്ഞു. പക്ഷേ തന്മയ ഇടപെട്ടു. ഇവിടെ വന്നാൽ പുസ്തകം കൈക്കൊണ്ട് തൊടത്തില്ല സാറേ. TV സീരിയൽ കാണാനാ ധൃതി. ഞാനാണെങ്കിൽ TV ഓഫ് ചെയ്യും. പിന്നെ അക്കാര്യത്തിൽ അടിപിടിയാ. പോടി. ആ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ആദ്യം വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. അതിനുശേഷം സൂത്രത്തിൽ തന്മയെയും അകത്തു മറിഞ്ഞു. പിന്നീടാണ് പ്രഭാകരൻ കാര്യം അവതരിപ്പിച്ചത്. ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കണം എന്ന മുഖവരയോടെ കാര്യങ്ങളൊക്കെ സുഖദേവ് വിശദമായി കേട്ടു. 2 പശുക്കൾ അങ്ങനെ വെറുതെ അങ്ങ് ചത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്കും അക്കാര്യത്തിൽ സംശയമുണ്ട് സാറേ. പക്ഷേ ആരാ, എങ്ങനാ, എന്തിനാ എന്നൊന്നും അറിയാതെ പത്മം പകുതിക്ക് നിർത്തി. എന്നാലും പോലീസിലൊരു പരാതി കൊടുക്കേണ്ടതായിരുന്നു. സുഖദേവ് കസേരയിലൊന്ന് ഇളകിയിരുന്നു. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയില്ലെന്നേ. സ്വന്തം താല്പര്യത്തിനു വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. അവർക്കിടയിൽ അല്പനേരം നിശബ്ദത പരന്നു. അതിന് വിരാമം കുറിച്ചത് സുഖദേവാണ്. ബാങ്കിൽ നിന്ന് ഒരാഴ്ചത്തെ സാവകാശം കൂടി ചോദിക്കേ. അല്ലെങ്കിൽ മാനേജറെ കണ്ട് ഞാൻ തന്നെ സംസാരിക്കാം. മൊത്തം കടം വീടാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. PF-ൽ നിന്ന് കുറച്ചെടുക്കാം. ഒരു 3-4 ലക്ഷം രൂപ. എന്താ? അത് മതി സാറേ. വലിയ ഉപകാരം. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. പ്രഭാകരന് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. അയാളും പത്മവും സുഖദേവനെ തൊഴുതു. ഇതിനൊന്നും നന്ദിയുടെ ആവശ്യമില്ല ചേട്ടാ. മനുഷ്യൻ മനുഷ്യനെ സഹായിക്കുന്നതെന്ന് മാത്രം. സുഖദേവ് എഴുന്നേറ്റു. ഭയങ്കര മഞ്ഞ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അയാൾ വീടിനുള്ളിലേക്ക് കണ്ണയച്ചു. തന്മയെ ആദ്യേ, ഞാൻ ഇറങ്ങുന്നു. പോകല്ലേ സാറേ. പറഞ്ഞുകൊണ്ട് തന്മയ ഒരു പ്ലേറ്റിൽ 2 മുട്ട പുഴുങ്ങിയതും നേന്ത്രപ്പഴവും കൊണ്ടുവന്ന് മുന്നിൽ വച്ചു. പിന്നാലെ ചായയുമായി ആദ്യയും. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഇങ്ങോട്ട് പോരും വഴി കോവിൽക്കടവിലെ രാധാസ് ഹോട്ടലിൽ നിന്ന് ഞാൻ ചായ കുടിച്ചതാ. അതൊന്നും സാരമില്ല സാർ. തന്മയ തലയാട്ടി. സാർ, ചായ ഞാനുണ്ടാക്കിയതാ, ആദ്യം അറിയിച്ചു.
എങ്ങനെയുണ്ടെന്ന് പറയണേ. പറയാം. സുഖദേവ് ചായ ഗ്ലാസ് എടുത്ത് ഒരിറക്ക് ചായ രുചിച്ചു നോക്കി. കൊള്ളാം, അസൽ രുചി. ആദ്യ അഭിമാനത്തോടെ നിന്നു. അതിപ്പോൾ കൊള്ളത്തില്ലെങ്കിൽ സാറ് അങ്ങനെയല്ലേ പറയൂ. തന്മയുടെ കമൻറ്റ്. 10 മിനിറ്റ് കൂടി അവിടെ ചെലവഴിച്ചിട്ട് സുഖദേവ് മടങ്ങി. ആനക്കോട്ടപ്പാറ കഴിഞ്ഞ് കൊടും വളവും ഇറക്കവുമുള്ള ഭാഗത്ത് ബൈക്കെത്തി. ഇടതു ഭാഗത്ത് ചെരിഞ്ഞ പാറയും വലതു ഭാഗത്ത് കൊക്കയും. പെട്ടെന്ന് മുകളിൽ മുനിയറകളുള്ള ഭാഗത്തു നിന്ന് ഒരു വലിയ കരിങ്കല്ല് താഴേക്ക് ഉരുണ്ടു വന്നു. ശബ്ദം കേട്ട് സുഖദേവ് തിരിഞ്ഞു. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ മിന്നായ പോലെയേ ആ കാഴ്ച കണ്ടുള്ളൂ. ബൈക്ക് വെട്ടിച്ചു മാറ്റാനുള്ള സമയം പോലും കിട്ടിയില്ല. കല്ല് തെറിച്ചു വന്ന് ബൈക്കിലിടിച്ചു. അർദ്ധവിലാപത്തോടെ ബൈക്കിനോടൊപ്പം സുഖദേവും റോഡിലേക്ക് വീണു. വീഴ്ചയ്ക്കിടയിൽ സുഖദേവ് മിന്നായ പോലെ ഒരു കാഴ്ച കൂടി കണ്ടു. ചെരിഞ്ഞ പാറയ്ക്ക് മുകളിൽ മുനിയറയ്ക്കരികിലായി ഒരാൾ നിൽക്കുന്നു. അപ്പോഴേക്കും ബൈക്കിൻ്റെ അടിയിലായി കഴിഞ്ഞിരുന്നു സുഖദേവ്. ഹോ അമ്മേ! നിലവിളിച്ചു പോയി അയാൾ. ഒരു കാൽ ബൈക്കിൻ്റെ സൈലൻസറിലാണ്ട് അടിയിലാണ്. കഠിനമായ ചൂടിൽ വെണ്ണ പൊള്ളുന്നത് അയാൾ അറിഞ്ഞു. ഒപ്പം മാംസം കരിയുന്ന ഗന്ധം. വലം കൈ തറയിൽ കുത്തിക്കൊണ്ട് ബൈക്ക് ഉയർത്താൻ ശ്രമിച്ചു സുഖദേവ്. പക്ഷേ കഴിഞ്ഞില്ല. ബുള്ളറ്റ് ബൈക്കിൻ്റെ ഭാരം തന്നെ കാരണം. പെട്ടെന്ന് അടിവാരത്ത് നിന്ന് ഒരു ജീപ്പ് യു-ടേൺ തിരിഞ്ഞു വന്നു. മുകളിൽ നിന്ന് ഒരു കാറും. 2 വാഹനങ്ങളും ഒരേ സമയം ബ്രേക്കിട്ടു. ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ റോഡിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളിനെ കണ്ടു. ഇരുവാഹനങ്ങളിൽ നിന്ന് ചിലർ ചാടിയിറങ്ങി. അവർ ബൈക്ക് ഉയർത്തി സൈഡിലേക്ക് മാറ്റി സ്റ്റാൻഡിൽ വെച്ചു. ജീപ്പ് കോവിൽക്കടവിൽ നിന്ന് വന്ന ടാക്സിയായിരുന്നു. അയ്യോ, ഇത് സുഖദേവ് സാറാണല്ലോ, ഒരാൾ പറഞ്ഞു. അയാൾ സുഖദേവനെ താങ്ങി ഉയർത്തി. ഇതെങ്ങനെ പറ്റിയതാ സാറേ? കാൽവണ്ണയിലെ മാംസത്തിനുള്ളിലേക്ക് അപ്പോൾ 100 കണക്കിന് തീസൂചികൾ കുത്തിക്കയറുന്ന വേദന. പല്ലു കടിച്ചു പിടിച്ച് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് സുഖദേവ് റോഡിൽ കിടന്ന കരിങ്കല്ലിന് നേർക്ക് കൈ ചൂണ്ടി. അത് ഉരുണ്ടുവന്ന് മുട്ടിയതാ. ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉരുണ്ടുവരത്തക്ക വിധത്തിൽ പാറകളൊന്നും മുകളിലില്ല. ഉള്ളത് വലിയ ഉരുളൻ പാറകൾ മാത്രമാണ്. സുഖദേവ് ഒരിക്കൽ കൂടി മുനിയറയുടെ നേർക്ക് നോക്കി. നേരത്തെ കണ്ട ആൾരൂപം ഇപ്പോൾ അവിടെയില്ല. സാറൊരു കാര്യം ചെയ്യേ, ഈ പാറയിലേക്കിരിക്കെ. പാസഞ്ചേഴ്സിനെ കാന്തല്ലൂർ വിട്ടിട്ട് ഞാനിപ്പോൾ വരാം. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം, ജീപ്പ് ഡ്രൈവർ അറിയിച്ചു. കാലിന് ഒടിവൊന്നുമില്ലെങ്കിലും തനിക്ക് ബൈക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സുഖദേവനറിയാം. 2 പേർ ചേർന്ന് റോഡിൽ നിന്ന് കരിങ്കല്ല് ഉരുട്ടി മാറ്റി. അപ്പോൾ കാന്തല്ലൂർ ഭാഗത്തു നിന്ന് കാറിലെത്തിയ ഒരാൾ അഭിപ്രായപ്പെട്ടു. ബൈക്ക് പിന്നീടാണെങ്കിലും കൊണ്ടുവന്നാൽ മതിയല്ലോ. ഈ സാറിന് ഞങ്ങൾ പോകും വഴി ആശുപത്രിയിലാക്കാം. സുഖദേവ് സമ്മതിച്ചു. ബൈക്കിൻ്റെ കീ എടുത്തോളാൻ ജീപ്പ് ഡ്രൈവറോട് പറഞ്ഞിട്ട് അയാളും കാറിൽ കയറി. കോട്ടയത്ത് നിന്ന് മറയൂരും കാന്തല്ലൂരുമൊക്കെ കാണാൻ വന്ന ടൂറിസ്റ്റുകളായിരുന്നു അവർ. അവർ സുഖദേവനെ മറയൂരെ ദേവമാതാ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടാണ് പോയത്. രാവിലെയാണ് വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ സുഖദേവിൻ്റെ അപകട വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ പ്രിൻസിപ്പലും കുറച്ച് അധ്യാപകരും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. സുഖദേവൻ്റെ സഹോദരിയായിരുന്നു അയാൾക്കൊപ്പം ആശുപത്രിയിൽ. അധ്യാപകരെ കണ്ടതും അവൾ മുറിയിൽ നിന്ന് മാറി. എല്ലാവരും സുഖദേവനെ അടിമുടി നോക്കി. അയാളൊന്ന് പുഞ്ചിരിച്ചു. എല്ലാവരും കൂടി ഓടി വരേണ്ട കാര്യമില്ലായിരുന്നു. ഇതെങ്ങനെ പറ്റിയതാ സാറേ? പ്രിൻസിപ്പൽ ബാബുരാജ് ഒരു കസേര കിടക്കക്കരിയിലേക്ക് നീക്കിയിട്ടിരുന്നു. കല്ലുരുണ്ടുവന്ന് ഇടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഭാഗ്യത്തിനെ കുറിച്ച് പൊള്ളിയതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. സുഖദേവ് ഹെഡ് റെസ്റ്റിലേക്ക് തല പൊക്കി വെച്ചു. കാൽവണ്ണയിൽ മരുന്നിട്ടിരിക്കുകയാണ്. സാറിനെ മനഃപൂർവ്വം ആരോ അപകടപ്പെടുത്തിയതാണെന്ന അടക്കം പറച്ചിൽ. അഭിലാഷ് സ്വരം താഴ്ത്തി. സുഖദേവിൻ്റെ മനസ്സിൽ മുനിയർക്കരികിൽ കണ്ട ഇരുണ്ട രൂപം തെളിഞ്ഞു. പക്ഷേ അതാരോടും പറഞ്ഞില്ല. വിദ്യ ടീച്ചർ സ്വകാര്യം പോലെ അറിയിച്ചു. നമ്മുടെ മാനേജരെയ എല്ലാവർക്കും സംശയം. ഇന്നലെ സ്കൂളിൽ വെച്ച് മദ്യപിച്ച വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ മാനേജരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സുഖദേവിൻ്റെ കണ്ണുകൾ ഒരുമാത്രം നിശ്ചലമായി. ഏയ്, അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. ഇത്തരം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ സാറേ. പോരെങ്കിൽ മാനേജറുടെ ലോറി പോലീസ് കൊണ്ടുപോയതിലും സാറിന് പങ്കുണ്ടല്ലോ. വിദ്യ സ്ട്രേറ്റ് ചെയ്ത മുടിയുടെ ഒന്ന് വിരലോടിച്ചു. സുഖദേവ് മിണ്ടിയില്ല. ഇന്നലത്തെ സംഭവത്തിന് അടിയന്തരമായി PTA എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട് 11 മണിക്ക്. പ്രിൻസിപ്പൾ എഴുന്നേറ്റു. സാറും കൂടി അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. സുഖദേവൻ്റെ മുഖം പൊടുന്നതിന് ഗൗരവപൂർണ്ണമായി. എന്ത് ഡിസിഷനാണ് സാറിൻ്റെ മനസ്സിൽ? പ്രിൻസിപ്പലിൻ്റെ ശബ്ദത്തിലും ഗൗരവം വന്നു. അത്രയും വലിയ തെറ്റ് ചെയ്തവരെ തൽക്കാലം സ്കൂളിൽ കയറ്റാൻ കഴിയില്ല. 15 ദിവസത്തേക്കെങ്കിലും സസ്പെൻഡ് ചെയ്ത് നിർത്തണം. പിന്നെ മാപ്പപേക്ഷ എഴുതി വാങ്ങിയിട്ട് കയറ്റാം. എന്താ? സുഖദേവ് തലകുലുക്കി. അത് മതി. പക്ഷേ നടക്കുമോ സാറേ? എനിക്ക് പ്രതീക്ഷയില്ല. നടക്കും സാറേ. അല്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ പ്രിൻസിപ്പലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ശരി, എങ്കിൽ നിങ്ങൾ ചെല്ല്. കുട്ടികളുടെ ക്ലാസ് മുടക്കണ്ട. അവർ സുഖദേവനോടും വാതിലിന് പുറത്ത് നിന്നിരുന്ന സഹോദരിയോടും യാത്ര പറഞ്ഞിട്ട് പോയി. രാവിലെ സ്കൂളിലെത്തിയ തന്മയെയും ആദിയും സുഖദേവിൻ്റെ ആക്സിഡൻറ്റ് വാർത്ത അറിഞ്ഞു. ഇരുവർക്കും വല്ലാത്ത സങ്കടമായി. സാറിനൊന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ സ്കൂൾ ടൈമിൽ അനുവാദം കിട്ടില്ല. അന്ന് ടീച്ചർമാർ പഠിപ്പിച്ചതൊന്നും തന്മയുടെ മനസ്സിൽ കയറിയില്ല. താൻ വീട്ടിലേക്ക് വിളിച്ചതാണ് സാർ ആ നേരത്തെ അതുവഴി വരാനും അപകടമുണ്ടാകാനും കാരണമായത്. എന്താടേ നത്തിനെ പോലെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? കൂട്ടുകാരി ഹരിത തോണ്ടിയപ്പോൾ അവൾ ഞെട്ടിയുണർന്നതുപോലെ പകച്ചു.
11 മണിക്ക് PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗ് തുടങ്ങി. സ്വാഗതം പറഞ്ഞ ഹെഡ് മിസ്ട്രസ് തങ്കമണി ടീച്ചർ തലേന്നത്തെ സംഭവം സൂചിപ്പിച്ചു. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് 7 പേരും രക്ഷിതാക്കൾ 8 പേരുമാണ് കമ്മിറ്റിയിലുള്ളത്. അതിൽ സുഖദേവ് ഇല്ല താനും. എന്തെങ്കിലും കാരണത്താൽ ഭൂരിപക്ഷ അഭിപ്രായം തേടേണ്ടി വന്നാൽ രക്ഷിതാക്കളുടെ ഭാഗമേ വിജയിക്കുമെന്ന് പ്രിൻസിപ്പൽ ബാബുരാജിനെ അറിയാം. അതിനാൽ വളരെ സൂക്ഷിച്ചാണ് അയാൾ സംസാരിച്ചത്. തികച്ചും ദൗർഭാഗ്യകരമെന്ന് പറയാം ഇന്നലത്തെ സംഭവം. ഒരു സ്കൂളിലും ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലാത്തതാണ്. അതിന് കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. പ്രിൻസിപ്പൽ തന്നെയാണ് കുത്തിയതെന്ന് PTA പ്രസിഡന്റ് കലാധരന് മനസ്സിലായി. അയാൾ തോട്ടൻ രാജൻ എന്ന രാജശേഖരന് കണ്ണുകൊണ്ട് ഒരു സൂചന നൽകി. പെട്ടെന്ന് അയാൾ ഇടപെട്ടു. ഇതൊന്നും ഇക്കാലത്ത് അത്ര പുതുമയുള്ള കാര്യമല്ല സാറേ. കേരളത്തിലെ പല വിദ്യാലയങ്ങളിലും ഇത്തരം സംഭവം അരങ്ങേറുന്നുണ്ട്. അതൊന്നും പക്ഷേ ഇങ്ങനെ ആരും കൊട്ടിഘോഷിക്കാറില്ലെന്ന് മാത്രം. പ്രിൻസിപ്പൽ തോട്ടൻ രാജന് നേർക്ക് തിരിഞ്ഞു. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരമുണ്ടല്ലോ രാജൻ സാറേ. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. അതിഷ്ടപ്പെടാത്ത മട്ടിൽ അയാൾ മുഖം തിരിച്ചു. ബാബുരാജ് തുടർന്നു. മറ്റെവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ എന്ത് നടന്നു എന്താണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും വീടുകളിൽ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. അതിനൊക്കെ കാരണക്കാരൻ സാർമാർ തന്നെയല്ലേ? വനിതാ കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ ചൊടിച്ചു. മാഡം പ്ലീസ്. ബാബുരാജ് ഉള്ളിലെ ദേഷ്യം പുറത്തു കാട്ടിയില്ല. ഒരു കാര്യം എനിക്കറിയാം. മാഡത്തിനെ പോലുള്ളവരുടെ ചിന്താഗതികൾ തന്നെയാണ് ഒരു പരിധിവരെ ഇത്തരം സംഭവങ്ങൾക്ക് ആധാരം. പ്രായപൂർത്തിയാകാത്ത നിങ്ങളുടെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാറുമായിട്ട് സ്കൂളിൽ വന്നതും തുടർന്നുണ്ടായതൊന്നും മറന്നു കാണില്ലല്ലോ. അതോടെ അവരുടെ മുഖം വിളറി. ബാബുരാജ് വീണ്ടും പറഞ്ഞു. ഇന്നലത്തെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകണം. അതിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ മറ്റു കുട്ടികൾക്ക് അതൊരു മാതൃകയുമാവണം. ഇനി ഓരോരുത്തർക്കും അഭിപ്രായം പറയാം. താൻ പറഞ്ഞതും രക്ഷിതാക്കൾക്ക് ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് ബാബുരാജിന് മനസ്സിലായി. അതുവരെ മിണ്ടാതിരുന്ന ഡോക്ടർ കലാധരൻ സംസാരിച്ചു. സാറിൻ്റെ അഭിപ്രായം എന്തു വേണമെന്നാ? ആദ്യം അത് പറയും. എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ കൂടുതൽ ചർച്ച വേണ്ടല്ലോ. പ്രിൻസിപ്പൽ ഇടം കണ്ടിട്ട് വിജയബാബു സാറിനൊന്ന് നോക്കി. ശേഷം രാവിലെ സുഖദേവനോട് പറഞ്ഞ കാര്യം അവതരിപ്പിച്ചു. അത് നടക്കത്തില്ല സാറേ. കേട്ടയുടൻ തോട്ടൻ രാജൻ തെറിച്ചു. 15 ദിവസം പിള്ളേരെ പുറത്തു നിർത്താനോ? മാപ്പോ കോപ്പോ ഒന്നും പറ്റത്തില്ല. രാജൻ സാറേ, ഇതൊരു വിദ്യാലയമാണ്. സംസാരത്തിൽ അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, വിജയബാബു ഓർമ്മിപ്പിച്ചു. എനിക്ക് ഇത്രയൊക്കെ സംസ്കാരമുള്ളൂ. 8ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ. തോട്ടം തൊഴിലാളികളോടായിരുന്നു കൂട്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ നാവിൽ വന്നു പോകും. അയാൾ സ്വയം അഭിമാനിക്കുന്ന മട്ടിൽ തലയാട്ടി. ഒറ്റ ദിവസം പോലും പിള്ളേരെ പുറത്തു നിർത്താൻ പറ്റത്തില്ല. അതിന് വെച്ച വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചേര്, വിജയബാബു വീണ്ടും പറഞ്ഞു. സാർ ഇതെന്താ പറയുന്നത്? പണിഷ്മെൻറ്റ് നൽകിയില്ലെങ്കിൽ അവർക്ക് ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധ്യമുണ്ടാകുമോ? തോട്ടൻ രാജൻ കയർത്തു. സാർ കൂടുതൽ ഗുണാക്ഷരി ന്യായമൊന്നും പറയണ്ട. ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് കാര്യം നടക്കണം. അല്ലാതെ ഞങ്ങളുടെ പിള്ളേരെ പൂട്ടിയേക്കാമെന്ന് കരുതിയാൽ നടത്തിക്കത്തില്ല. പ്രിൻസിപ്പൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു. പെട്ടെന്ന് അയാളുടെ ഫോൺ ശബ്ദിച്ചു. അപ്പുറത്ത് വല്ലീശ്വരൻ ധർമ്മരാജായിരുന്നു. സാർ, പ്രിൻസിപ്പൽ ആദരവോടെ സംസാരിച്ചു. ആ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായി? കനത്ത ചോദ്യം. അത് സാർ, അയാൾ പരുങ്ങി. കൂടുതലൊന്നും പറയണ്ട. ഒറ്റ ദിവസം പോലും അവർ പുറത്തു നിൽക്കാൻ ഇടവരരുത്. അത്രയും പറഞ്ഞതേ ഫോൺ കട്ടായി. പ്രിൻസിപ്പൽ ഉമിനീർ വിഴുങ്ങി. 4 മണിക്ക് സ്കൂൾ വിട്ടപ്പോൾ തന്മയും ആദ്യം കൂടി ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അമ്മയായിരുന്നു സുഖദേവിനൊപ്പം. അല്ല, ആരിത്? അവരെ കണ്ട് സുഖദേവ് അത്ഭുതം കൂറി. വാ വാ. സങ്കോചത്തോടെ കുട്ടികൾ അരികിലേക്ക് ചെന്നു. സുഖദേവ് അവരെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ഇപ്പോൾ കരയുമെന്ന മട്ടിലായിരുന്നു തന്മയ. ഏയ്, എനിക്കൊന്നുമില്ല കുട്ടി. 2-3 ദിവസം കൂടി ഇവിടെ കഴിയേണ്ടി വരും, അത്രമാത്രം. അയാൾ കൈനീട്ടി തന്മയുടെ തോളിൽ തട്ടി. അല്പനേരത്തെ സംഭാഷണത്തിന് ശേഷം തന്മയെ അറിയിച്ചു. ആ കലേഷിനെയും അഭിജിത്തിനെയും ഒക്കെ ക്ലാസ്സിൽ കയറ്റി സാർ. അവന്മാർ സാറിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞെന്ന് അറിയാമോ? സുഖദേവ് ഒന്ന് വിളറിയെങ്കിലും സമർത്ഥമായി അത് ഒളിപ്പിച്ചു. അവർ കുട്ടികളല്ലേ. ഇതാ സാറിൻ്റെ കാര്യം. കുട്ടികളാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ? തന്മയ്ക്ക് അവരോടൊക്കെ ദേഷ്യമുണ്ടെന്ന് സുഖദേവന് മനസ്സിലായി. അയാൾ പെട്ടെന്ന് വിഷയം മാറ്റി. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന കാര്യം വീട്ടിലറിഞ്ഞോ? ഇല്ല. എങ്കിൽ വേഗം ചെല്ല്. പിന്നെ മറ്റേ കാര്യം, ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് അച്ഛനോട് പറയണം. കുട്ടികൾ യാത്ര പറഞ്ഞു. സുഖദേവ് ചിന്തിച്ചിരുന്നു. സ്കൂളിലെ തീരുമാനം അങ്ങനെ തന്നെയാകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. കലാധരനും തോട്ടൻ രാജനും വിചാരിക്കുന്നതേ അവിടെ നടക്കൂ. 4-5 ദിവസങ്ങൾ കഴിഞ്ഞു. ഇതിനിടെ അധ്യാപകരും NCC യൂണിറ്റുള്ള വിദ്യാർത്ഥികളും അവരുടേതടക്കം ഒരുപാട് രക്ഷിതാക്കളും സുഖദേവിനെ കാണാൻ വന്നു. പരാജയപ്പെട്ടവനെ പോലെയായിരുന്നു ബാബുരാജ് സാറിൻ്റെ വരവ്. സുഖദേവ് അയാളെ ആശ്വസിപ്പിച്ചു. പോട്ടെ സാറേ, മക്കളെ കയറൂരിവിട്ടതിൻ്റെ ഫലം അവരറിഞ്ഞോളും. അന്നവർ നമ്മളെ ഓർക്കും. സ്വന്തം മക്കളെ നന്നാവണ്ടെന്ന് അവരങ്ങ് തീരുമാനിച്ചാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബാബുരാജ് സുഖദേവിൻ്റെ കൈപ്പിടിച്ച് മുറുക്കി. വാസ്തവത്തിൽ എനിക്കിവിടെ ജോലി ചെയ്യാൻ പോലും നാണക്കേട് തോന്നുക സാറേ. പ്രിൻസിപ്പൾ എന്ന പേരേയുള്ളൂ. ലീവ് ഇറ്റ് സാർ. ഇതൊക്കെ ചിരിച്ച് തള്ളിയേക്കണം.
സുഖദേവ് കണ്ണിറക്കി. അടുത്ത ദിവസം അയാൾ ഹോസ്പിറ്റലിൽ വിട്ടു. പൊള്ളലേറ്റ ഭാഗത്ത് ഇപ്പോഴും നീറ്റലുണ്ട് എന്നതൊഴിച്ചാൽ കാര്യമായ കുഴപ്പമില്ല. അടുത്ത ദിവസം മുതൽ സ്കൂളിൽ പോകണമെന്ന് സുഖദേവ് തീരുമാനിച്ചു. സന്ധ്യയോടടുത്ത് നേരത്ത് സുഖദേവ് ഒരു ഓട്ടോയിൽ തന്മയുടെ അമ്മാവൻ ശിവദാസിൻ്റെ മറയൂർ ടൗണിലുള്ള മലഞ്ചരക്ക് കടയുടെ മുന്നിൽ വന്നിറങ്ങി. മുണ്ടും ഷർട്ടും വേഷം. കടയിൽ അപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല. എന്തോ കണക്ക് നോക്കിക്കൊണ്ട് കുനിഞ്ഞിരിക്കുകയായിരുന്നു ശിവദാസൻ. മുഖം ഉയർത്തിയപ്പോൾ സുഖദേവ് മുന്നിൽ. ആ സാറോ? അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. ആശുപത്രിയിലേക്ക് ഒന്ന് വരണമെന്നുണ്ടായിരുന്നു. സമയം കിട്ടിയില്ല. സാറിരിക്കെ. തനിക്കെതിരെ കിടന്നിരുന്ന കസേരയിലേക്ക് അയാൾ കൈ ചൂണ്ടി. ചിരിച്ചുകൊണ്ട് സുഖദേവ് ഇരുന്നു. കച്ചവടമൊക്കെ എങ്ങനെ? വലിയ ഗുണമൊന്നുമില്ല സാറ് നോക്ക്. അടക്കയും വെളുത്തുള്ളിയും കാരറ്റുമൊക്കെയേ ഉള്ളൂ. പിന്നെ ചെയ്തു വന്ന പണിയല്ലെന്ന് വിചാരിച്ച് നടത്തുക. അയാൾ മുറിയിൽ കൂട്ടിയിട്ടിരുന്ന മലഞ്ചരക്ക് കാട്ടിക്കൊടുത്തു. സുഖദേവ് അവിടെ ആകമാനൊന്ന് നോക്കി. മുറി രണ്ടായി പകുത്ത് ഒരു സ്ക്രീൻ വെച്ചിരിക്കുന്നു. സാറ് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയായിരുന്നു അല്ലേ? അവൾ അപ്പോഴേ എന്നെ വിളിച്ചു പറഞ്ഞു. സാറ് കുറച്ച് കാശ് കൊടുക്കാമെന്ന് ഏറ്റ കാര്യം. ഓ, സുഖദേവ് തലയാട്ടി. ഞാനിപ്പം വന്നത് മറ്റൊരു കാര്യത്തിനാണ്. അയാൾ അവർക്കിരുവർക്കും മാത്രം കേൾക്കത്തക്ക ശബ്ദത്തിൽ അറിയിച്ചു. ഞാനൊരു സാധനം തരും. അത് ദാസേട്ടൻ ആരും അറിയാതെ ഒന്ന് സൂക്ഷിക്കണം. ശിവദാസിൻ്റെ കണ്ണുകൾ തിളങ്ങി. സുഖദേവൻ്റെ മടിയിൽ കനത്തതെന്തോ ഉണ്ടെന്ന് കണ്ടു. കുഴപ്പമൊന്നും ഉണ്ടാകുന്ന കാര്യമല്ലെങ്കിൽ ഞാൻ ഏറ്റു സാറേ. എത്ര പേരെ എന്നെ വിശ്വസിച്ച് ഓരോന്ന് ഏൽപ്പിക്കുന്നു. നമ്മളും ഡീസൻ്റ് ആയതുകൊണ്ടാണേ. ശിവദാസിന് സമ്മതം. എങ്കിൽ വാ. റോഡിലൂടെ പോകുന്നവരും ഓട്ടോക്കാരും ഒന്നും കാണാതിരിക്കാൻ അവർ ഇരുവരും കൂടി സ്ക്രീനിനപ്പുറത്തേക്ക് മാറി. കഥ തുടരും.